ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ വലിയവനും വിശ്വസ്തനുമായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവെ, ഒരുക്കപ്പെട്ട നല്ല അവസരത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അധരങ്ങളെ തുറന്ന് വിശ്വസ്ത കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അന്യഭാഷകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവർ ഒരു നിമിഷം അന്യഭാഷയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. മഹത്വത്തിൻ്റെ രാജാവിനെ, കർത്താവിനെ, ദേവാദി ദൈവത്തെ, ഓരാധാനാക്ഷകാരത്തിനെ യേശുവിൻ നാമത്തിൽ സ്തുതി ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ. അന്തരീക്ഷം സ്തുതി മുഖരിതമാകട്ടെ. യേശുവിൻ നാമത്തിൽ സ്തുതിക്കുന്ന ജനം, ആരാധിക്കുന്ന ജനം കൂടിയിരിക്കുന്ന ഇടത്തു നിന്ന് സ്തുതിയും സ്തോത്രവും ആരാധനയും ഉയരട്ടെ. ആരാധന കൊതിയനായ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ, സ്തുതി കൊടുത്താട്ടെ. മഹത്വത്തിൻ രാജാവിനെ സ്തുതിച്ചാട്ടെ. ഇന്നയോളം നടത്തിയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആയുസ് തന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരോഗ്യം തന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത കർത്താവിനെ സ്തുതിച്ചാട്ടെ. നല്ലവനെ സ്തുതിച്ചാട്ടെ. വിശ്വസ്തനെ സ്തുതിച്ചാട്ടെ. വാക്കുമാറാത്തവൻ ഇന്ന് സ്തുതി ഉയരുമ്പോൾ, സ്തോത്രം ഉയരുമ്പോൾ, ആരാധന ഉയരുമ്പോൾ സ്വർഗം തുറക്കപ്പെടുവാൻ, സ്ഥലം പോരാതവണ്ണം അളവ് കുറയാതെ അളന്നു കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തുതി ഉയരുന്ന അന്തരീക്ഷമായി ആലയത്തിനകം മാറട്ടെ. പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, മഹത്വപ്പെടുത്തിയാട്ടെ. നിങ്ങളുടെ യാത്രകളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. റൂമിനകത്ത് ലൈവിനൊപ്പമായിരിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടുക്കളകളിലായിരിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തുതിക്കുന്നവരുടെ ശൂന്യതയെ കർത്താവെന്ന് മാറ്റുക. അതെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ കണ്ണ് കാണുന്ന ശൂന്യത സ്തുതിക്കുന്ന നീ മുഖാന്തരം ഇപ്പോൾ മാറുക. സ്തുതിക്കുന്നിടത്ത് നിറവ് വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ സ്തുതിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വരിക. ഓ രാധാനാക്ഷകാരത്തിനെ ആരാധനകളിൽ വസിക്കുന്നവൻ, സാറാബുകൾ ആരാധിക്കുന്ന പരിശുദ്ധൻ, പരിശുദ്ധനെ നാർത്ത് ആരാധിക്കുന്ന ദൈവം സ്തുതി മുഴങ്ങുന്നിടത്ത് ഇറങ്ങി വരിക. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുക, രാജാതി രാജാവ് എഴുന്നള്ളുക. ഓ രാധാഷാഖാറാത്തിനെ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഓ യേശുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ അപ്പന്റെ മഹത്വം യേശുവിൻ നാമത്തിൽ മഹത്വത്തിൻ രാജാവ്, മഹത്വത്തിൻ രാജാവ്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവൻ ചില ജീവിതങ്ങളിലെ ഇരുട്ട് മാറ്റുക. ഇന്നും ഇതിനകത്ത് കണ്ണുനീരോടെ ഇരുട്ട് പിടിച്ച അവസ്ഥയിലായിരിക്കുന്ന നിന്റെ ജീവിതത്തിലെ ഇരുട്ട് എന്റെ യേശു മാറ്റി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ ഇരുട്ട് മാറുക, ആ ഇരുട്ട് മാറുക. ഓ സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കൂടി വന്ന ജനം തൊട്ടും കണ്ടും കേട്ടും പ്രാപിച്ച വിടുതൽ ഇന്ന് പകലിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. തൊട്ട് ചിലർ സൗഖ്യമാകുക. യേശുവിനെ തൊടുന്നവർ, ഓ യേശുവിന്റെ സാമീപ്യം തിരിച്ചറിയുന്നവർ ആരാധനാശകാരത്തിന് സൗഖ്യം വ്യാപരിക്കുക. ആലയത്തിനകത്ത് സൗഖ്യം വ്യാപരിക്കുക. ഭവനങ്ങൾക്കകത്ത് സൗഖ്യം വ്യാപരിക്കുക. വ്യക്തികൾ സൗഖ്യമാകും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഓ അമ്മേ, ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവർ അടങ്ങിയിരിക്കരുത്. ഇത് അത്ഭുതത്തിന്റെ ദിവസമാ, ഇത് നിന്റെ വിടുതലിന്റെ ദിവസമാ. ഇന്ന് നീ പ്രാപിച്ചിട്ടല്ലാതെ, ഓ ഇന്ന് നീ കർത്താവിനെ തൊട്ട് സൗഖ്യമായിട്ടല്ലാതെ മടങ്ങത്തില്ല. നീ ഇറങ്ങി പോകുന്ന സമയത്ത് നിന്റെ ഭവനത്തിൽ നീ കണ്ട ആ നിരാശ, നിന്റെ ഭവനത്തിനകത്ത് നീ അറിഞ്ഞ ആ ശൂന്യത, നിന്റെ ഭവനത്തിനകത്ത് നീ അറിഞ്ഞ ആ വേദനിപ്പിക്കുന്ന അനുഭവം, അതെ അവിടേക്കല്ല സന്തോഷത്തിലേക്ക് നിന്നെ മടക്കി അയക്കുവാൻ എന്റെ യേശു ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ രാധാന, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി, അങ്ങയുടെ സന്ദർശനത്തിനായി ഞങ്ങളങ്ങ് ഈ സ്തുതിക്കുന്ന കർത്താവേ. മെമ്രയുടെ തോപ്പിൽ തലകുനിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന അബ്രഹാമിന് 99 വർഷം, 99 വയസ്സിൽ
വാഗ്ദത്തം കേട്ട 24-ാമത്തെ വർഷം ഇറങ്ങി വന്ന് സന്ദർശിച്ച് താൻ അന്ന് അനുഭവിച്ച ആ ശൂന്യതയ്ക്ക് അറുതി വരുത്തിയ നല്ല കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അതേ, നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൂതന്മാരുടെ ശബ്ദത്തിനൊപ്പം ആരാധിച്ച് മഹത്വം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അതേ, ചിലത് പ്രാപിച്ചിട്ടല്ലാതെ ആ ദൈവിക സന്ദർശനത്തിന്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടല്ലാതെ നിങ്ങൾ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടൊപ്പമായിരുന്നാട്ടെ. ഹാളിനകത്തായിരിക്കുന്ന ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട്. അതെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് തരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ലോകത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് കിട്ടാത്തത് തരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ആ ദൈവം ഇന്ന് ഈ സമയം നിങ്ങൾക്ക് മധ്യത്തിലുണ്ട്. ഓ താങ്ക് യു ലോർഡ്. സ്തുതിച്ച് ആരാധിച്ച് അവൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ അവൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങളുടെ മധ്യത്തിൽ അതേ ആ നല്ല കർത്താവ് ഉണ്ട്. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ. തുടർന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിൽ നമ്മൾ ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഒരു നിമിഷം കൂടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ തലകളെ വണങ്ങാം. ദൈവത്തിൻ്റെ വചനം, അവൻ്റെ സാമീപ്യം, സ്തുതി മുഴങ്ങുന്ന അന്തരീക്ഷം. അത്ഭുതത്തിന് ഇതിൽ അധികമൊന്നും വേണ്ട. ഒരുക്കമുണ്ടോ? ഇന്നൊരത്ഭുതം, ഇന്നൊരു ദൈവപ്രവൃത്തി. സ്തോത്രം. അത് മനുഷ്യൻ്റെ ഇഷ്ടം പോലെയല്ല, മനുഷ്യൻ്റെ ആഗ്രഹം പോലെയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ, ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതം. വിളിച്ചു പറയാപ്പാ, ഇന്ന് ഞാൻ അത്ഭുതം കാണും. ഇന്ന് ഞാൻ ആ ദൈവപ്രവൃത്തി അനുഭവിക്കും. ഇന്ന് ഞാൻ ആ ദൈവപ്രവൃത്തിയോടെ അല്ലാതെ മടങ്ങത്തില്ല. എന്നെ നീ തൊട്ട് സൗഖ്യമാക്കിയിട്ടല്ലാതെ അയക്കത്തില്ല. എൻ്റെ ബന്ധനം അഴിച്ചിട്ടല്ലാതെ എന്നെ നീ ഇന്നിവിടെ നിന്ന് അയക്കത്തില്ല. അതെ, ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഞാൻ പ്രാപിച്ചവനായി തന്നെ മടങ്ങും. വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. അപ്പാ, അങ്ങയുടെ വചനം അങ്ങയുടെ സാന്നിധ്യത്തിൽ മുഴങ്ങുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രം മറിയുവാൻ തക്കവണ്ണം ജ്ഞാനികളും പ്രഗത്ഭന്മാരും അങ്ങിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു ദേശത്തിൽ വെളിപ്പെട്ട അത്ഭുതങ്ങളുടെ, ഒരു ദേശത്തിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയുടെ, ഒരു ദേശത്തിൽ വെളിപ്പെട്ട വീര്യപ്രവൃത്തിയുടെ അതേ അനുഭവം അളവ് കുറയാതെ ഇന്ന് ഇതിനകത്ത് ലൈവിലായിരിക്കുന്നവരുടെ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെട്ട് തുടങ്ങട്ടെ. തെല്ലുപോലും കുറയാതെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എന്നിൽ വിശ്വസിക്കുന്നവർ ഇതിലധികം ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ, അന്ന് നടന്നതിനേക്കാൾ ഉപരി ഈ ലോകം, ഈ ദേശം കർത്താവേ അങ്ങയുടെ നാമത്തെ അറിയുവാൻ ഇന്ന് അങ്ങ് പ്രവർത്തിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വചനം, അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കുന്ന നല്ല പകൽക്കാലമായി തന്നെ ഈ പകൽക്കാലം മാറട്ടെ. ഒരിക്കൽ കൂടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, നമുക്കേറെ സുപരിചിതമായ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്തു. ഒരു ദൂത് പറഞ്ഞു തുടങ്ങട്ടെ. നീ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന്, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾ ഒത്തിരി പേരിൽ നിന്ന് പലപ്പോഴായി പലതും കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന വാക്കുകൾ,
വാർത്തകൾ, അങ്ങനെ പല 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 വാക്കുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടു, എന്തോ ഒരു മാറ്റമുണ്ടായില്ലേ അറിയത്തില്ല. എന്നാൽ ആ വാക്കുകളൊക്കെ വിസ്മൃതിയിലായി പോയി, അഥവാ അന്തരീക്ഷത്തിൽ അലിഞ്ഞു തീർന്നു. എന്നാൽ എൻ്റെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ, അതേ ദൈവത്തിന്റെ വചനം അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകുവാൻ ഇടവരത്തേ ഇല്ല. ആ ദൈവത്തിന്റെ വചനം അങ്ങനെ വെറുതെ മടങ്ങത്തില്ല. ആ വചനം ഒരു കാര്യം സാധിപ്പിച്ചു തരും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ആ കാര്യം, അതെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇടയായിരിക്കുന്ന ആ കാര്യം ദൈവത്തിന്റെ വചനം സാധിപ്പിച്ചു തരും. അതെ, യേശുവിൻ നാമത്തിൽ നീ കരയുവാനിടയായ ആ കാര്യം, ഓ താങ്ക് യു ലോർഡ്, നീ വേദനിക്കുവാനിടയായ ആ കാര്യം, നിന്റെ ജീവിതത്തിൽ നിന്നയ്ക്കും നിരാശയ്ക്കും അപമാനത്തിനും കാരണമായ ആ കാര്യം, അതെ അതിന്നവൻ നിവർത്തിച്ചു തരും. ഓ റാഥാന ഷഖാറത്തിനെ യേശുവിൻ നാമത്തിൽ ആ കണ്ണുനീർ മാറുക. ഇനി ആ കാര്യത്തെ കുറിച്ച് ഓർത്ത് നീ കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം, അതേ ദൈവത്തിന്റെ വചനം നിന്റെ കാര്യം സാധിപ്പിച്ചു. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഒരു ജോലി എന്ന ആ കാര്യം, അനുഗ്രഹിക്കപ്പെട്ട ഒരു വരുമാനം എന്ന ആ കാര്യം, അതെ പ്രാർത്ഥിക്കുക സഭയെ, പ്രാർത്ഥിക്കുക പ്രിയരെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് സാധിപ്പിച്ചു കിട്ടേണ്ടത് ഒരു ജോലിയാണ്. ആ കാര്യത്തിന് നീ വേദനയോടെ കണ്ണുനീരോടെ ആയിരിക്കുന്നു. കേൾക്ക്, ദൈവത്തിന്റെ വചനം ഇന്ന് ആ കാര്യം സാധിപ്പിച്ചു. ഓ റാഥാശാഖ യേശുവിൻ നാമത്തിൽ രോഗികളായി കേൾക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്, വേദനപ്പെടുന്നുണ്ട്. നിന്റെ കാര്യം അതാണ്, നിന്റെ കാര്യം അതാണ്. ആ കാര്യം എൻ്റെ ദൈവം സാധിപ്പിച്ചു തരും. അതെ, രോഗ സൗഖ്യമെന്ന നിന്റെ കാര്യം നീണ്ട നാളായി നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്റെ കുടുംബത്തിനകത്ത് നിരാശയ്ക്കും കണ്ണുനീരിനും കാരണമായി മാറിയ ആ കാര്യം, രോഗസൗഖ്യമെന്ന കാര്യം എൻ്റെ യേശു ഇന്ന് സാധിപ്പിച്ചു തരും. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. മാതാവേ, പിതാവേ, നിന്റെ കണ്ണുനീരിന് കാരണമായിരിക്കുന്ന ഓ സ്തോത്രം, ആ കാര്യത്തെ ദൈവം ഇന്ന് സാധിപ്പിച്ചു തരും. നിനക്കൊപ്പം നിൽക്കുവാൻ, നിന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ പെട്ടുപോയ തലമുറകളെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. അതെ, ആ കാര്യം കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ആ കാര്യം എൻ്റെ ദൈവം, ഓ ഷാറാധനെ ഷാധോറിക ഷന്ധാരകല യേശുവിൻ നാമത്തിൽ നിന്റെ കാര്യം എൻ്റെ ദൈവം സാധിപ്പിച്ചു തരും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വേദനയോടെ, നിരാശയോടെ, കണ്ണുനീരോടെ നിങ്ങൾ ഇരിക്കുവാൻ ഇടയായ ആ കാര്യത്തെ സാധിപ്പിച്ച് തരുന്ന ഒരു ദൈവത്തിൻ്റെ വചനം. അത് കേൾക്കണമേ, ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, 2000 വർഷങ്ങളായി അത് ഈ വേദപുസ്തകവും ചുമന്ന് ഒത്തിരി പേർ തൊരിപോരങ്ങളിലും അവസരം കിട്ടുന്ന സ്ഥാനങ്ങളിലും ഇത് വായിച്ച് ഇതിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, വേദനയോടെ ആയിരിക്കുന്ന, ഭാരത്തോടെ ആയിരിക്കുന്ന, തളർന്നിരിക്കുന്നവരോട് ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ മറകൂടാതെ, മടിക്കാതെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ കേൾക്ക്, ഈ വചനത്തിന് ശക്തിയുണ്ട്. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൈവദാസൻ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ സമയത്ത് വെൺമണി എന്ന് പറയുന്ന ഒരു ദേശത്ത് തുടർച്ചയായ രണ്ടാം തവണ ഒരു കൺവെൻഷന് പ്രസംഗിക്കുവാനായി പോയി. കൺവെൻഷൻ കഴിഞ്ഞ് വളരെ അനുഗ്രഹീതമായ കൺവെൻഷന് ശേഷം ആ ദൈവദാസൻ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഒരു സഹോദരി ദൂരത്തു നിന്ന് ഓടി വന്നിട്ട് കൈ കാണിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആ സഹോദരി വിളിച്ചു. ആൾക്കൂട്ടം ഒതുങ്ങിയപ്പോൾ അടുത്ത് വന്നിട്ട് ആശ്ചര്യത്തോടെ ദൈവദാസനോട് ചോദിച്ചു, ദൈവദാസനെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ആ മനുഷ്യൻ ഇങ്ങനെ അന്തം വിട്ടു നോക്കി. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണമേ. ഒത്തിരി സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്ന, ഒത്തിരി സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്ന, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യന് മനസ്സിലായില്ല. അദ്ദേഹം ഇങ്ങനെ നാലുപാട് നോക്കി. എന്താണ്? അപ്പോൾ ആ സ്റ്റേജിലിരുന്ന, ആ ദേശത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ദൈവദാസനെ, കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ത്രീക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴും ആ ദൈവദാസന് കാര്യം മനസ്സിലായില്ല. കാരണം എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, കാര്യം മനസ്സിലായില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ ഈ സഹോദരിയെ കുറിച്ച് പറയുവാനായി തുടങ്ങി. ഒരു വർഷത്തിന് മുമ്പ്, അതേ കഴിഞ്ഞ ആദ്യത്തെ ആ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് 4 പേർ, അതേ തൻ്റെ മക്കൾ
ബന്ധുക്കളും തൻ്റെ ബന്ധുക്കളും ചേർന്ന് നിൽക്കുവാനോ ഇരിക്കുവാനോ കിടക്കുവാനോ കഴിയാതെ വേദന തിന്ന് അസ്ഥിപഞ്ജരമായി മാറിയ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ആ കൺവെൻഷന്റെ മുമ്പിൽ കുറച്ചു നേരം ഇരുത്തി. ഒരിക്കൽ കൂടി കുറച്ചു നേരം ഇരുത്തി. ആ സ്ത്രീയെ സ്തോത്രം ഡോക്ടർമാർ കൈ ഒഴിഞ്ഞ സ്ത്രീയാണ്. അഡ്വാൻസ് സ്റ്റേജിൽ ക്യാൻസർ ആയിത്തീർന്നു. ക്യാൻസർ തൻ്റെ ശരീരം മുഴുവൻ ബാധിച്ചു. മുടിയെല്ലാം തൊഴിഞ്ഞു പോയി. ഇനി ട്രീറ്റ്മെന്റ് ഇല്ല. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുറച്ചു ദിവസം വച്ചിരുന്ന് സന്തോഷിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ദുഃഖിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ആ സഹോദരിയെ തൻ്റെ ബന്ധുക്കൾക്കൊപ്പം ഭവനത്തിലേക്ക് കൊടുത്തുവിട്ടു. അർത്ഥം അവർക്കറിയാം ഇനി അധിക ദിവസം ഈ ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ സഹോദരി, ഞങ്ങളുടെ പെങ്ങൾ ഞങ്ങൾക്കൊപ്പം കാണത്തില്ല. അവർ മരണത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേശത്തിൽ കൺവെൻഷനെ കുറിച്ച് കേൾക്കുന്നത്. ആ സഹോദരിക്കും മക്കൾക്കും ഒപ്പമുള്ളവർക്കും ഒരു ആഗ്രഹം തോന്നി, ഈ കൺവെൻഷൻ ഒന്ന് പോയി നോക്കണം. അങ്ങനെ ആ സഹോദരിയും കൊണ്ട് കൺവെൻഷൻ കടന്നു വന്നു. ആ സഹോദരിക്ക് ഇരിക്കുവാനും നിൽക്കുവാനും കഴിയാത്ത അവസ്ഥ കണ്ട് കൺവെൻഷന്റെ മധ്യത്തിൽ തന്നെ ആ ദൈവദാസൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം വളരെ വിശദമായി തൻ്റെ ഒരു മെസ്സേജിന് മധ്യത്തിൽ പറയുകയുണ്ടായി. ആ സഹോദരി തിരികെ വീട്ടിലേക്ക് കടന്നുപോയി. വീട്ടിൽ കടന്നുപോയപ്പോൾ അന്ന് പ്രസംഗിച്ച വചനം ആ സഹോദരിയുടെ ഉള്ളിൽ ഓർമ്മ വന്നു. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അന്ന് അദ്ദേഹം പ്രസംഗിച്ചതാണ്, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞില്ല സ്റ്റേജിൽ നിൽക്കുന്ന എനിക്ക് ശക്തിയുണ്ട്, ഈ സ്റ്റേജിന് ശക്തിയുണ്ട്. സ്തോത്രം. ആർക്കെങ്കിലും ഏവനെങ്കിലും സംഘടനയ്ക്ക് സഭയ്ക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞില്ല. നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. ആ സഹോദരി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ വചനത്തിന് ശക്തിയുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. അദ്ദേഹം തൻ്റെ ആ സഹോദരി തൻ്റെ ഇളയ മകളെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, ഈ വേദപുസ്തകത്തിനകത്ത് സൗഖ്യമാക്കുമെന്ന വചനം എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം എനിക്ക് കാണുവാൻ കഴിയുന്ന വിധത്തിൽ ഈ ചുവരുകളിൽ എഴുതി വയ്ക്കുക. വായിക്കുവാനൊന്നും കഴിയാത്ത അവസ്ഥയിലായിത്തീർന്നു. ഒരുപക്ഷെ ആ മകൻ ബൈബിളൊക്കെ തപ്പി പുറക്കി പരിചയക്കാരെയൊക്കെ വിളിച്ച് വേദപുസ്തകത്തിനകത്ത് നിന്ന് അവന് കണ്ടെത്തുവാൻ കഴിഞ്ഞതും അവന് എഴുതുവാൻ കഴിഞ്ഞതുമായ എല്ലാ വചനങ്ങളും അവൻ മുറിക്കകത്ത് എഴുതി വെച്ചു. എഴുതുമ്പോഴും ആ മകൻ ചിന്തിച്ചതായിരിക്കണം, ഇത് എഴുതി തീരുന്ന മുമ്പ് തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ടുപോകുമോ? പക്ഷേ വിട്ടുപോയില്ല. ആ വചനങ്ങൾ എഴുതി തീർന്നു. ആ മുറിക്കകത്ത് വിളിയോടെ ഞരക്കത്തോടെ സ്തോത്രം ആ ദൈവദാസൻ തന്നെ പറഞ്ഞത്, ആ സഹോദരി തന്നെ പറഞ്ഞത്, പട്ടി മൂളുന്നത് പോലെ മൂളി 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 വേദന സഹിക്കുവാൻ കഴിയാതെ ആ മാതാവ് കിടക്കുകയുണ്ടായി. ഈ എഴുതിയിരിക്കുന്ന വചനങ്ങൾ വായിച്ച് 5 ദിവസം കഴിഞ്ഞു. വായന തുടങ്ങിയിട്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രിയായപ്പോൾ വീട്ടിനകത്തുള്ള മറ്റുള്ളവർ മുറിക്കകത്ത് നിന്ന് ആ ശബ്ദം കേൾക്കാതെയായി. എല്ലാവരും ഒരു വേദനയുടെ ആണെങ്കിലും ആ സത്യത്തെ ഉൾക്കൊണ്ടു. ആ അമ്മ മരണപ്പെട്ടു പോയി. ആ സഹോദരി മരണപ്പെട്ടു പോയി. അവർ മുറിക്കകത്തേക്ക് കടന്നു വന്നു. സഹോദരി അങ്ങനെ ഉറങ്ങുകയാ. ദിവസങ്ങളായി വേദന സഹിക്കുവാൻ കഴിയാതെ ഉറങ്ങുവാൻ കഴിയാതെ ആയിരുന്ന ആ സഹോദരി അങ്ങനെ കിടക്കുക. മരിച്ചതാണോ എന്ന് പറഞ്ഞ് അവർ അടുത്ത് പോയി നോക്കി. ഇല്ല, മരിച്ചിട്ടില്ല. ശ്വാസം വരുന്നുണ്ട്, നെഞ്ചെടുപ്പുണ്ട്. ആ അസ്ഥികൂടം സ്തോത്രം ആ അസ്ഥി പഞ്ചരമായി മാറി ആ ശരീരത്തിൽ മിടിപ്പുണ്ട്. സ്തോത്രം. അവർ തിരികെ പോയി വെളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ നന്ദി, എൻ്റെ അമ്മയ്ക്ക് മരിക്കുന്നതിന് മുമ്പേ സുഖകരമായി ഉറങ്ങുവാനുള്ള അവസരം നീ കൊടുത്തുവല്ലോ. സഹോദരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, സഭയിലും വിളിച്ചറിയിച്ചു, അമ്മ ഉറങ്ങുന്നുണ്ട്, വേദനയില്ലാതെ അമ്മ ഉറങ്ങുന്നുണ്ട്, വേദനയില്ലാതെ ഉറങ്ങുന്നുണ്ട്. ഉറക്കമില്ലാതെ കരയുന്ന ചിലർ കേൾക്കുന്നുണ്ട്. തിരിച്ചറിയ, നിങ്ങളുടെ വേദനയെ മാറ്റി, നിങ്ങളുടെ നിരാശയെ മാറ്റി നിങ്ങൾക്ക് സുഖകരമായ ഉറക്കം തരുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. നിന്റെ ഭവനത്തിനകത്ത് നീ ആശിച്ച് കൊതിച്ച് മോഹിച്ചു വെച്ച നിന്റെ ഭവനത്തിനകത്ത് സുഖകരമായ തിരിഞ്ഞും മറിഞ്ഞുമല്ലാതെ എഴുന്നേൽക്കുകയും കിടക്കുകയും ചെയ്യുകയല്ലാതെ സുഖകരമായ ഒരു ഉറക്കം സഹോദരി നിനക്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ മാതാവ് സുഖകരമായിട്ട് ഉറങ്ങി. പിന്നെയുള്ള ദിവസങ്ങളിൽ ആ മാതാവ് സുഖകരമായിട്ട് ഉറങ്ങുവാൻ തുടങ്ങി. ആ ഞരക്കത്തിൻ്റെ ശബ്ദം പുറത്തു വരാതെയായി, ആ വിളിയുടെ ശബ്ദം കേൾക്കാതെയായി. ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറുവാനായിട്ട് തുടങ്ങി. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം നോക്കിയപ്പോൾ വൈകുന്നേരം കുഞ്ഞുങ്ങൾ സ്തോത്രം ഹാളിലിരുന്ന് സ്തോത്രം പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മാതാവ് കതവ് തുറന്ന് നടന്നിറങ്ങി ആ കുഞ്ഞുങ്ങൾക്കൊപ്പം വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. വളരെ ദിവസങ്ങൾ മുറിക്കകത്ത് അടച്ചായിരുന്ന ആ മാതാവിന്റെ ശരീരത്തിൽ അന്ന് മുതൽ മാറ്റം വരുന്നത് അവിടെ കൂടിയ മക്കൾ കാണുവാനായിട്ട് തുടങ്ങി. പൊഴിഞ്ഞു പോയ മുടി കിളിർത്തു വരുവാനായി തുടങ്ങി. അസ്ഥിയായി മാറിയ ശരീരത്തിൽ മാംസം വരുവാനായിട്ട് തുടങ്ങി. നടക്കുവാൻ കഴിയാതെ തളർന്നു കിടന്ന കാലുകൾ പിന്നെയും ചലിക്കുവാനായിട്ട് തുടങ്ങി. ശരീരം പിന്നെയും സ്തോത്രം ജീവൻ പ്രാപിക്കുവാനായി തുടങ്ങി. കേൾക്കണമേ, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. 1 വർഷം കൊണ്ട് പിന്നെയും നടത്തി കൈകാട്ടി വിളിച്ച്, ദൈവദാസനെ
നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എൻ്റെ ദൈവം അതേ തൻ്റെ വചനം അയച്ചു എന്നെ സൗഖ്യമാക്കി. നിങ്ങൾ പറഞ്ഞ വചനത്തിന് ശക്തിയുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം അതെ ആ സഹോദരിയെ ജീവിപ്പിച്ച ദൈവം ഇന്നും നിങ്ങൾക്ക് മധ്യത്തിലുണ്ട്. അവന്റെ വചനത്തിന് ഇന്നും നിങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിയും. മരിച്ചു പോയതിനെ ജീവിപ്പിക്കും. ഓ റാധാന ഷഖാറത്തിനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ നിങ്ങളെ ജീവിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. മരിച്ചു പോയ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ, ഓ ബന്ധം വിട്ടുപോയതിനെ ചേർത്ത് നിർത്തുവാൻ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചുപോയി പലതും, മരിച്ചുപോയി പലതും, ഇല്ലാതായി തീർന്നു പലതും, ജീവിതത്തിൽ ഇല്ല എന്ന് ഭാരത്തോടെ വേദനയോടെ നീ കേൾക്കുന്നുവോ? തിരിച്ചറിയ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് കോശങ്ങളെ പിന്നെയും ജീവിപ്പിക്കുവാൻ ശക്തിയുണ്ട്. മരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ആ വ്രണങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. നിന്നെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ രോഗാവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ വാക്യത്തിൽ വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം, ആ വചനം അത് വെറുതെ മടങ്ങത്തില്ല. കേൾക്കണമേ, ആ വചനം അത് വെറുതെ മടങ്ങത്തില്ല. അത് വായിച്ചു കളയുവാനുള്ളതല്ല. നെഞ്ചത്ത് കൈവച്ച് പറയണം, അതെനിക്കുള്ള ഉറപ്പാണ്. അതെ, അതെനിക്കുള്ള ഉറപ്പാണ്. അതെനിക്കുള്ള ഉറപ്പാണ്. ദൈവത്തിൽ നിന്ന് ഞാനൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഭയെ, ദൈവത്തിൽ നിന്ന് നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതെ അത് നിവർത്തിക്കാതെ ആ വചനം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ പ്രിയരെ, ദൈവത്തിൽ നിന്ന് നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിൻ നാമത്തിൽ ദൈവം നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കും. നിന്റെ തലമുറകളെ കുറിച്ച് എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നിന്റെ ഭർത്താവിനെ കുറിച്ച് സഹോദരിയെ, നിന്റെ ഭാര്യയെ കുറിച്ച് സഹോദര, നിന്റെ കുടുംബത്തെ കുറിച്ച് എന്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വെറുതെ മടങ്ങത്തില്ല. അത് വെറുതെ മടങ്ങത്തില്ല. സഭയെ, അത് നിങ്ങളുടെ ഉറപ്പാ. സഭയെ, അത് നിങ്ങളുടെ ഉറപ്പാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് നിങ്ങളുടെ ഉറപ്പാ. ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവിടെ തൻ്റെ മുൻപിലായിരിക്കുന്ന ജനം അത് തിരിച്ചറിയണമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുക. ആ ഉറപ്പ് വെളിപ്പെടുത്തുക. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവമാണ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് നിവർത്തിക്കാതെ പോകത്തില്ല. ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേട്ടത് അത് പാഴായി പോകത്തില്ല. അങ്ങനെ പാഴായി പോകുന്ന, അങ്ങനെ പാഴാക്കി കളയുന്ന, വെറും വാക്ക് പറയുന്ന വിടുവായനായ ഒരു ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവമെങ്കിൽ 2000 വർഷമായി ആ ദൈവത്തിന് നിലനിൽക്കുവാൻ കഴിയത്തില്ല. ഒരു വിടുവായനും കാലങ്ങളോളം നിലനിന്നിട്ടില്ല. ഒരു കള്ളനും കാലങ്ങളോളം നിലനിന്നിട്ടില്ല. ഒരു അസത്യം പറയുന്നവനും കാലങ്ങളോളം നിലനിന്നിട്ടില്ല. കാലങ്ങളോളം, തലമുറയായി അവൻ എനിക്കും എൻ്റെ പിതാക്കന്മാർക്കും വരുവാനുള്ള തലമുറയ്ക്കും ദൈവമായി നിലനിൽക്കുന്നത് അവൻ സത്യവാനായതുകൊണ്ട്. ഓ താങ്ക് യു ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവനിൽ വിശ്വസിക്കുന്ന ഭക്തന്റെ കാര്യത്തിൽ എൻ്റെ ദൈവം സത്യവാനാണ്. അവൻ ഒരു കടുകുമണിയോളം കള്ളം നിന്നോട് പറയത്തില്ല. ഒരു വ്യാജവും അവൻ പറയത്തില്ല. അവൻ വ്യാജം പറയുവാൻ, ഫോഷ്ക് പറയുവാൻ വായ് തുറക്കത്തേ ഇല്ല. ഒരു പക്ഷേ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പലരുടെയും മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കുവാനായി കഴിയും. കുറ്റപ്പെടുത്തലല്ല. കാരണം എന്താ? കേട്ടത് മറന്നു പോകും വിധം. അതേ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനത്തിലൂടെ കേട്ടത് മറന്നു പോകും വിധത്തിൽ കാലപ്പഴക്കം വന്നുപോയി. കുറേ കാലമായി കേട്ടിട്ട്, ഒത്തിരി നാളായല്ലോ കേട്ടിട്ട്, ഒത്തിരി ആയല്ലോ, ഒന്നും നടന്നില്ലല്ലോ. കാലപ്പഴക്കം വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ വിധത്തിൽ ദൈവത്തിൽ നിന്ന് കേട്ട ഒരു ഭക്തൻ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മശ്ശേക്കുകാരനായ ഈ എലയാസർ അത്രേ
എന്ന് പറഞ്ഞു. കേൾക്കണമേ, ഇതാരാണ് പറയുന്നത്? ആബ്രഹാമാണ് പറയുന്നത്. ആബ്രഹാം എന്തുകൊണ്ടാണ് ഈ കാര്യം ദൈവത്തോട് പറഞ്ഞത്? കാരണം ആബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം ആബ്രഹാമിനോട് പറഞ്ഞു, ആബ്രഹാമേ, നീ എന്തില്ലാത്തവനായിട്ടാണോ ഈ 75 വർഷത്തിൽ ഒരു 10-40 വർഷം ഭൂമിയിൽ ജീവിച്ചത്? ആ ഇല്ലായ്മയ്ക്ക് ഞാൻ പരിഹാരം തരും. ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ, നിങ്ങളെ വിളിച്ച സമയത്തും ദൈവം ഇതുപോലെ ചിലത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയോടെ നിൽക്കുവാൻ തുടങ്ങിയ നാളുകളിൽ ദൈവം പലതും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു നിങ്ങൾ അത് കേട്ടു. എന്നാൽ ദിവസങ്ങൾ ഒത്തിരി കഴിഞ്ഞു പോയി. കേൾക്കണമേ, ദിവസങ്ങൾ ഒത്തിരി കഴിഞ്ഞു പോയപ്പോൾ ആബ്രഹാം ചിന്തിക്കുകയാണ്, എൻ്റെ തലമുറയല്ല എൻ്റെ അവകാശിയായി തീരുന്നത് ദമ്മശേക്കുകാരനായ ഏലിയാസറത്രേ. വേറൊരുത്തൻ എൻ്റെ തലമുറകൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കും. മറ്റൊരുത്തൻ വരും, പകരക്കാരൻ വരും. വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുക. ഒരു പകരക്കാരനും വരത്തില്ല. നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരിക്കും. നിന്റെ തലമുറകൾ ഇരിക്കേണ്ട സ്ഥാനത്ത് നിന്റെ തലമുറകൾ ഇരിക്കും. നിന്റെ മക്കൾ നിൽക്കേണ്ട സ്ഥാനത്ത് അവർ തന്നെ നിൽക്കും. അവർ പ്രാപിക്കേണ്ടത് അവർ തന്നെ പ്രാപിക്കും. അവരിലൂടെ നീ അനുഭവിക്കുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അവരിലൂടെ നീ എന്തൊക്കെ കേൾക്കേണ്ടി വരും, എന്തൊക്കെ കാണേണ്ടി വരും, എന്തൊക്കെ അനുഭവിച്ച് ദൈവത്തെ ഉയർത്തേണ്ടി വരുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞു. ഓ മാതാവേ, പിതാവേ, കേൾക്ക്. പറഞ്ഞവൻ ദൈവമാണ്. അവരിലൂടെ തന്നെ, പകരക്കാരിലൂടെ അല്ല. വഴിയെ പോകുന്ന ആരെങ്കിലും കണ്ടിട്ട് അല്ലേ അല്ല, കേൾക്ക്. അവരിലൂടെ. സഹോദരി, കേൾക്ക്. ഇന്ന് നിന്റെ ഭർത്താവായിരിക്കുന്ന അവസ്ഥ കൊണ്ട് ഒരു പക്ഷേ നീ ചിന്തിക്കും, അയ്യോ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇനി എൻ്റെ സ്തോത്രം മാതാപിതാക്കൾ എന്നെ സംരക്ഷിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ എന്നെ സംരക്ഷിക്കണം, എൻ്റെ ബന്ധുക്കൾ എന്നെ സംരക്ഷിക്കണം. ഒരിക്കലുമല്ല. കേൾക്ക്, പകരക്കാരനല്ല. അതേ നിനക്ക് തന്ന നിന്നോട് ദൈവം എന്താണോ പറഞ്ഞത് ആ വാഗ്ദത്തത്തിന് എൻ്റെ ദൈവം നിവർത്തീകരണം വരുത്തും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം പകുതി വഴി വെച്ച് കളിമതിയാക്കി പോകത്തില്ല. ഓ താങ്ക് ലോർഡ്. കാലപ്പഴക്കം വരുമ്പോൾ നീ ചിലപ്പോൾ മടുത്തു പോയേക്കാം. പക്ഷെ നീ ചിലപ്പോൾ പറയും, സാഹചര്യം മുഴുവൻ പ്രതികൂലമാകുമ്പോൾ ഇതൊന്നും വേണ്ട, നശിച്ച ഇവർ വേണ്ട, നശിച്ച അവൻ വേണ്ട, ഇവൻ വേണ്ട, അവര് വേണ്ട, ഇവര് വേണ്ട, അത് വേണ്ട, ഒരു പരിപാടിയും നടക്കത്തില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ. നമുക്ക് തമാശയായി തോന്നുന്നു. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ സാഹചര്യം നോക്കാതെ ദൈവം ഇറങ്ങി വരിക. സാഹചര്യം എന്താണ്? പാവപ്പെട്ട അബ്രഹാമിനെ തേരകിന്റെ വീട്ടിൽ തേരകിന്റെ മകനായി ദൈവങ്ങളെ ഉണ്ടാക്കി, ദൈവങ്ങളെ വാർത്തുണ്ടാക്കി, വിഗ്രഹങ്ങളുടെ ചുവട്ടിൽ കൊണ്ടുവച്ച് ആ ദൈവത്തെ ആരാധന ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനും പ്രശസ്തനും പേരും പെരുമയും ഉള്ളവനായി ജീവിച്ച അബ്രഹാമിനെ വിളിച്ചിറക്കി. അബ്രഹാമേ, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ലോലോ എന്ന് അലയുമാറാക്കിയ ദൈവം വാഗ്ദത്തം പറഞ്ഞത് കൊടുത്തുമില്ല. അബ്രഹാം ദൈവത്തോട് പറയുക, ദൈവമേ, നീ എന്നെ പറ്റിച്ചു എന്ന് പുറമേ പറയാതെ അകമേ പറഞ്ഞുകൊണ്ട് പറയുക, ദൈവമേ, എനിക്ക് പണി കിട്ടി, പണി തന്ന നീ ഇങ്ങനെ മുമ്പ് നിൽക്കുകയാണല്ലോ. അപ്പോൾ അബ്രഹാം വിചാരിച്ചത് ഇതാണ്. ഇവൻ അങ്ങനെ തോളിൽ തട്ടിയിട്ട് പറയും, അബ്രഹാമേ, നീ സങ്കടപ്പെടണ്ടടാ, നിനക്ക് ഞാൻ ആടുമാടുകളെ വർദ്ധിപ്പിച്ച് തന്നില്ലേ, നിനക്ക് ഞാൻ ദേശത്തിൽ പേര് തന്നില്ലേ, നീ അപ്പൻ്റെ അടുത്തായിരുന്നെങ്കിൽ വെറും അപ്പൻ്റെ മോനായിട്ട് ഒടുങ്ങിപ്പോയനെ, നീ ഇപ്പോൾ അബ്രഹാം ആയല്ലോടാ, നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടണ്ട, ഇതിനെല്ലാം പരിഹാരം വരും എന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ അടുത്ത് നിന്ന് ദൈവം പതുക്കെ അകന്നു പോയില്ല. വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 15:4, അവൻ നിന്റെ അവകാശി ആകില്ല. അബ്രഹാമിനോട് പറയുക. അബ്രഹാം പറയുന്നു, ദൈവമേ, എൻ്റെ തലമുറ, ഞാൻ ഈ കഷ്ടപ്പെട്ടതിനെ എല്ലാം കൊണ്ടു നടക്കേണ്ട എൻ്റെ തലമുറ അതില്ല, വേറെ ഒരുത്തൻ വന്ന് കയറിയിരിക്കും. അതേ, എൻ്റെ മകൻ്റെ സ്ഥാനത്ത് വേറെ ഒരുത്തൻ വരും. അയ്യോ, അത് സഹിക്കുവാൻ കഴിയുന്നില്ല. ആരും അങ്ങനെ വരത്തില്ല, ആരും പകരക്കാരനായി വരത്തില്ല. പകരക്കാരനില്ലെന്നേ, നിന്നെ ആക്കിയ സ്ഥാനത്ത് നീ തന്നെ. ഓ താങ്ക് ലോർഡ്, യേശുവിൻ നാമത്തിൽ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. ഒരു സ്ഥാനത്ത് അവൻ നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ, നിന്നിലൂടെ ചിലത് ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ ചെയ്യും. ആമേൻ. അത് വേറെ ആര് പറഞ്ഞാലും മാറിപ്പോകത്തില്ല, നീ പറഞ്ഞാലും മാറിപ്പോകത്തില്ല. നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടേ, നിന്നെ കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യിപ്പിച്ചിട്ടേ എൻ്റെ കർത്താവ് അടങ്ങത്തുള്ളൂ. നിന്നോട് ചിലത് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ ചെയ്യും. ദേശത്തിന് മധ്യത്തിൽ നിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ, ആ കുടുംബത്തിനകത്ത് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, സഹോദരി, ആ കുടുംബത്തിനകത്ത് നിന്ന് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ തന്നെ ആ കുടുംബത്തെ നേടും. ഓ റാധാന ഷഖാറത യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിനോട് ഓ സ്തോത്രം, ദൈവം പറയുക, വേറെ ഒരുത്തനും അവകാശിയാകത്തില്ല. അബ്രഹാം ഇങ്ങനെ നോക്കി. ഉടനെ ദൈവം പറയുന്നു, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ അവകാശി ഞാൻ തരുന്നവൻ തന്നെ. ആരെങ്കിലും കയറി അവകാശിയായി മാറത്തില്ല. ഓ താങ്ക് ലോർഡ്, യേശുവിൻ നാമത്തിൽ. ദൈവം
ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളുടെ തലമുറ തന്നെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. നിങ്ങളുടെ തലമുറകളിലൂടെ തന്നെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകളിലൂടെ തന്നെ ഇന്നത്തെ അവസ്ഥ മാറും, ഇന്നത്തെ സാഹചര്യം മാറും. ഇന്ന് നിങ്ങൾ കണ്ട് കേട്ട് അനുഭവിച്ച് നിരാശയോടെ ആയിരിക്കുന്ന ആ അവസ്ഥ മാറും. ദൈവത്തിന് ഒരു സംശയവുമില്ല. അബ്രഹാം അടിക്കുമെന്ന് പറഞ്ഞ് ദൈവം ഓടിപ്പോകത്തില്ല. ആ ദൈവത്തിന്റെ ഭക്തനായി എനിക്ക് പറയുവാൻ ഒരു മടിയുമില്ല. ആരടിച്ചാലും കല്ലെറിഞ്ഞാലും ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നോ 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 അബ്രഹാമേ, ഏവനെങ്കിലും അല്ല, വേറെ ആരെങ്കിലും അല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ, അതെ നീ തന്നെ, നിന്റെ തലമുറകൾ തന്നെ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ആ ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ഭവനം പണിത് സ്തോത്രം പാർക്കും. വാടക വീടല്ല, സ്വന്തം ഭവനമെന്ന ആ അനുഗ്രഹത്തിൽ, അതെ വാടക വീടിൽ മറ്റാരുടെയോ ഇഷ്ടത്തിന് പണിത ഭവനത്തിനകത്ത് ജീവിതം തളച്ചിട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കിയ സഹോദരി സഹോദര കേൾക്ക്. ഓ ഹല്ലേലൂയ. നിന്റെ ഇഷ്ടത്തിന് നീ പണിയുന്ന ദൈവം നിന്നോട് പറയുന്ന അഴകളവുകൾക്കനുസരിച്ച് നീ പണിയുന്ന ഭവനത്തിനകത്ത് തന്നെ ദൈവം സ്തോത്രം നിന്നെ പാർപ്പിക്കും. അതെ, നീ ആഗ്രഹിക്കുന്നത് തന്നെ സംഭവിക്കും. എന്തായാലും ദൈവം അങ്ങനെ ഉറപ്പ് കൊടുത്തത് കൊണ്ട് ആ ഉറപ്പ് ഏറ്റു. കേൾക്കണമേ, ഉടനെ തന്നെ അബ്രഹാമും സാറയും കൂടെ ദൈവത്തിനെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അതെ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിന്റെ ഭാര്യ സാറ ഗർഭിണിയായില്ലെങ്കിലും അബ്രഹാമിന്റെ ദാസിയായ ഹാഗർ ഗർഭം ധരിച്ചു. ഓ സ്തോത്രം. അബ്രഹാമിന്റെ ദാസിയും അബ്രഹാമിന്റെ ഭാര്യ സാറയും അബ്രഹാമും ഒരുമിച്ച് ആശ്വസിച്ചു. ഓ നടന്നല്ലോ, ഞങ്ങൾ ഒരു വിധത്തിൽ നടത്തിയെടുത്തല്ലോ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, കിടന്ന് വലിയ ചക്രശ്വാസമൊന്നും വലിക്കണ്ട. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ നിവർത്തിച്ച് തരാമെന്ന്. ആമേൻ. അതിനുവേണ്ടി ഇവിടെ കിടന്ന് പെടാപ്പാട് പെടണ്ട, ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കണ്ട, ഇവിടെ കിടന്ന് അടിക്കുവാനും പൊളിക്കുവാനും ഇടിക്കുവാനും വഴിയെ പോകുന്നതിനെയൊക്കെ വലിച്ചു ഷാഖാറത്തിനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ പണിയുമെന്നല്ല, അവൻ പണിയുമെന്ന്. നീ മാനസാന്തരപ്പെടുത്തുമെന്നല്ല, എൻ്റെ ദൈവം മാനസാന്തരപ്പെടുത്തുമെന്ന്. എൻ്റെ ദൈവം സന്ദർശിക്കുമെന്ന്, എൻ്റെ ദൈവം തൊടുമെന്ന്, എൻ്റെ ദൈവം. ഹല്ലേലൂയ. രാധേനെ ഷാദോറി കഷന്ധാർഗന. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറ്റം പറയുവാനൊന്നും ദൈവം നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും ആരെയും കുറ്റം പറയുന്നില്ല. കാരണം ശ്രദ്ധിക്കണമേ, ആ സ്തോത്രം കുറ്റം പറയാത്തത് കുറെ കാത്തിരിപ്പാകുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് കിട്ടിയല്ലേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും തരുന്നത് ലോകമാണെന്നേ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരുവാൻ മതിയായവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറയേ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, എന്തെങ്കിലും തരുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. എന്തെങ്കിലും തന്ന് തോളത്ത് തട്ടി പോ എന്ന് പറഞ്ഞു വിടുവാനല്ല നിങ്ങളോട് എന്താണോ ദൈവം പറഞ്ഞത്. ഇനി വലിയ കാര്യം പോലെ ആ ഉറപ്പങ്ങ് ഏറ്റെടുത്ത അബ്രഹാമും സാറയും ഹാഗറും കൂടെ ജനിപ്പിച്ചെടുത്ത തലമുറയെക്കുറിച്ച് 16:12 പറയുന്നു, അവൻ കാട്ടുകഴുതയെ പോലെ ഇരിക്കും. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ. നോക്കണമേ, സ്തോത്രം. ഭയങ്കര സന്തോഷത്തിന് കാരണമാകും അവരുണ്ടാക്കിയെടുത്തതാ. പല വാക്തത്വങ്ങളും കേട്ട് പലരും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ഭവനത്തിൽ കടന്നുപോയി. ആ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ ഭവനത്തിലായിരിക്കുന്ന മകനെ ദൈവം വിദേശത്ത് അയക്കും. കേൾക്കണമേ, വിദേശ നന്മയുണ്ട്. ആ മാതാവ് പറഞ്ഞു, അതേ ദൈവദാസനെ, ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറണമെങ്കിൽ, ഞങ്ങളുടെ ഇന്നത്തെ കഷ്ടപ്പാട് മാറണമെങ്കിൽ അവൻ വിദേശത്ത് പോകണം. എന്തായാലും ദൈവം നിങ്ങളോട് സംസാരിച്ചുവല്ലോ. അവർക്കും സന്തോഷമായി. അവർ ആഗ്രഹിച്ചത് ദൈവവചനമായി കേട്ടു. ഞങ്ങൾക്കും സന്തോഷമായി. അവർ ആഗ്രഹിച്ചത് അവരോട് പറയുവാൻ കഴിഞ്ഞു. ഞങ്ങളും സന്തോഷിച്ചു. ആഹാരം കഴിച്ചു, കിട്ടിയ പൈസയും വാങ്ങി തിരികെ വീട്ടിൽ പോന്നു. ആമേൻ. ഞങ്ങൾ പറഞ്ഞത് സ്തോത്രം ദൈവം അവരെ കൊണ്ടുപോകും. എന്നാൽ അവർ കേട്ടത് സ്തോത്രം അവൻ പോകും എന്നായി പോയി. 4 മാസം കഴിഞ്ഞപ്പോൾ ആ മാതാവ് പിന്നെയും വിളിച്ചു. പന്ന ദൈവദാസനെ, ബാക്കി പറയുന്നില്ല, വിളിച്ചിട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് ആ അമ്മ പറയുകയാണ്, നിങ്ങൾ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കടം വാങ്ങിച്ചും പലിശക്കെടുത്തും എൻ്റെ മോനെ കയറ്റിവിട്ടത്. അവൻ അവിടെ കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേപോലെ തിരികെയും വന്നു. ആമേൻ. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മേ, ദൈവം കൊണ്ടുപോകും എന്ന് പറഞ്ഞത് പണയം വെച്ചിട്ടാണോ? ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെയാണോ കരുതിക്കൊണ്ടിരിക്കുന്നേ? ദൈവം ഇവിടെ വന്നിട്ട്, എന്നാ സഹോദരി കഴുത്തി കിടക്കണ ഞൂരിയിട്, ഞാൻ കൊണ്ട് അപ്പുറത്ത് പണയം വെച്ചിട്ട് പൈസയായിട്ട് വരാമെന്ന് പറഞ്ഞ് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാൻ കൊണ്ടുപോകാൻ. നിങ്ങളുടെ സ്വർണത്തിൻ്റെ ബലത്തിലല്ല, നിങ്ങളുടെ വസ്തുവിൻ്റെ ബലത്തിലല്ല, ആരോടെങ്കിലും കൈനീട്ടി വാങ്ങുന്നതിൻ്റെ ബലത്തിലല്ല. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് ദൈവത്തെ സഹായിക്കുവാൻ നിൽക്കരുതേ. ദൈവത്തെ സഹായിക്കുവാൻ നിന്ന് പണി വാങ്ങരുതേ. നീ ദൈവത്തെ സഹായിക്കേണ്ട, ദൈവം നിന്നെ
സഹായിച്ചോളും. ആമേൻ. ഇന്ന് ദൈവകൃപ ആ മകൻ വിദേശത്താണ് കേട്ടോ. ഒരു പലിശക്കെടുപ്പില്ലാതെ, ഒരു കടം വാങ്ങലുമില്ലാതെ, ഒരു മാലയും പണയം വയ്ക്കാതെ അവനെ തക്ക സമയമായപ്പോൾ ദൈവം കൊണ്ടുപോയി. തക്ക സമയത്ത് ദൈവം എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. ഇവിടെ നോക്കിയേ, വലിയ കാര്യത്തിൽ ഒപ്പിച്ചെടുത്തതിന് ദൈവം പറയുക, സ്തോത്രം, അത് കാട്ടുകഴുതയാണ്. കഴുതയെ കൊണ്ട് പല പ്രയോജനങ്ങളുമുണ്ട്. അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുവാൻ കഴിയും, സാധനങ്ങൾ കൊണ്ടുപോകുവാനായിട്ട് കഴിയും. എന്നാൽ ഈ കാട്ടുകഴുതയുടെ പ്രത്യേകത എന്താ? കോപ്പ് കെട്ടുവാനും കഴിയത്തില്ല, കയറി പുറത്തിരിക്കുവാനും കഴിയത്തില്ല. അത് ചവിട്ടി താഴെയിട്ട്, അത് തള്ളി താഴെയിട്ട് 4 ചവിട്ടും കൂടെ തന്നിട്ട് ഓടിപ്പോകും. കാരണം അത് കാട്ടുകഴുതയാ, മെരിങ്ങത്തില്ല. ആമേൻ. നമ്മൾ ദൈവത്തെ സഹായിക്കാൻ പോയി വല്ലതും കിട്ടിയാലും അത് മെരിങ്ങത്തില്ല. ഓ താങ്ക് യു ലോർഡ്. അങ്ങനെ നമ്മൾ പിടിച്ചു വച്ചിരുന്നാൽ അത് ഉപയോഗപ്പെടത്തില്ല. അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കറക്കി സ്തോത്രം വലിച്ചു പിടിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാലൊന്നും അത് പ്രയോജനപ്പെടത്തില്ല. ആമേൻ. നോക്കൂ, സ്തോത്രം, ആ കാട്ടുകഴുതയെ കുറിച്ച് പറയുന്നു, അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും. എല്ലാവരുടെയും കൈ അവനും വിരോധമായിരിക്കും. അതിലും വലിയൊരു നരകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഈ കഴുത വേണ്ടെന്ന് വെച്ചാൽ പോരെ. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പം സംഭവം എന്താ? അബ്രഹാമിനോട് ആരെങ്കിലും ചോദിക്കണം, അബ്രഹാമേ പിള്ളേരായോടാ? ഉണ്ട്. ഉള്ളി പറയും, എൻ്റെ കർത്താവേ ഇതില്ലായിരുന്നെങ്കിൽ എന്ത് സമാധാനമായിരുന്നു. ഹല്ലേലൂയ. എല്ലാം ഉണ്ട്. ഭർത്താവുണ്ടോ? പലരും പറയാ ഉണ്ട്, പക്ഷേ ഇല്ലാത്തതുപോലെ. മക്കളുണ്ടോ? ഉണ്ട്, പക്ഷേ ഇല്ലാത്തതുപോലെ. ഒരു ഗുണവുമില്ല, ഒരു ഉപയോഗമില്ല. ജോലിയുണ്ടോ? ഇല്ലാത്തതുപോലെയാ. ഉണ്ടെന്ന് പറയാം, രാവിലെ ഒരുങ്ങിക്കെട്ടി പോകാം, എന്നിട്ട് മാസാവസാനം വല്ലതും കിട്ടുമോ? ഇല്ല, ഇപ്പോഴും കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ജോലി ഇല്ലാതപ്പം കടം വാങ്ങിച്ചാൽ ശരി, ജോലി ഉള്ളപ്പോഴും കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇല്ല ഇല്ല ഇല്ല, ദാരിദ്ര്യമായി, എപ്പോഴും ദാരിദ്ര്യമായി, എപ്പോഴും ഇല്ലായ്മ. ഒരു ദൂത് പറയട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിന്ന് ദൈവം നിനക്ക് തരുമെങ്കിൽ അവിടെ ദാരിദ്ര്യവും കൂടെ തരത്തില്ല. ആമേൻ. ദൈവം ഒരല്പം തന്നാലും കൂടെ ദാരിദ്ര്യം കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ആ അല്പം മതി, കൈ നീട്ടുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ദൈവമില്ലാതെ ലോകത്തിൽ നിന്ന് എത്ര നേടിയെടുത്താലും മാസാവസാനമാകുമ്പോൾ കൈ നീട്ടേണ്ടി വരും. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരുപാട് കിട്ടും ഇല്ലേ? പലപ്പോഴും ഞങ്ങൾ ഒരുപാട് സമയങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരുപാട് കിട്ടും. ഞാൻ ലോകപ്രകാരം ജീവിക്കുമ്പോൾ എനിക്ക് ബാങ്കിലുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് അന്നത്തെ നിലയ്ക്ക് നല്ല ശമ്പളമാണ് കിട്ടുന്നത്. ആമേൻ. ആ സെയിം ജോലി ഇന്ന് 1 ലക്ഷത്തിന് പുറത്ത് ആ സെയിം ജോലിയിൽ സാലറി ഉണ്ട്. അപ്പോഴൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ മാസാവസാനം ആകുമ്പോൾ ചെരുപ്പ് പൊട്ടിയാൽ അതിന് പിന്നു വെച്ചുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കടം വാങ്ങിക്കാൻ നാണക്കേടാണ്ട് കടം വാങ്ങിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വള്ളിയൊക്കെ ഇട്ട് കെട്ടിക്കൊണ്ട് നടക്കാനും മടിയില്ലായിരുന്നു. പക്ഷേ അതൊരു ദാരിദ്ര്യമായി. എന്തുകൊണ്ടാ? ദൈവമില്ലാതെ എന്തൊക്കെ ഉണ്ടാക്കിയാലും കൂടെ കാണുന്ന സാധനമാണ് ദാരിദ്ര്യം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്നും നോക്കാൻ പറ്റത്തില്ല. വീട് നിറയെ സാധനം വാങ്ങിച്ചുകൊണ്ട് വെച്ചാലും വീണ്ടും നോക്കുമ്പോൾ എന്തോ ഇല്ലാത്തൊരവസ്ഥ. എന്തൊരു കഷ്ടമല്ലേ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവമുണ്ട് എങ്കിൽ നോക്കൂ, എല്ലാം ഉണ്ട് പലർക്കും, പക്ഷെ ഒന്നും ഇല്ലാത്ത അവസ്ഥ. ഉൽപ്പത്തി പുസ്തകം 21-ാം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുക, നീ ഉണ്ടാക്കിയെടുത്ത ആ സാധനത്തിനെ പുറത്താക്കിക്കളാ. ആമേൻ. നമ്മൾ ഒരുപാട് പ്രസംഗിക്കുന്ന ഇസ്മായിലിനെ കുറിച്ച്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ദൈവമില്ലാത്തത് എന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കണ്ണീ ചോരയില്ലാതെ ദൈവം പറയും, നീ അതിനെയൊക്കെ നീക്കിക്കള. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മളെ സ്നേഹിതനാണല്ലോ ദൈവം, അപ്പനാണല്ലോ ദൈവം, എല്ലാം ശരിയാണ്. പക്ഷേ ദൈവം ചിലതിനെ നീക്കിക്കളയും പറയുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണീ ചോരയില്ലാത്ത വർത്തമാനേ വരത്തുള്ളൂ. ആമേൻ. നമ്മൾ കഷ്ടപ്പെട്ട് വലിച്ചു പിടിച്ച് കൊണ്ട് നടക്കുന്ന സാധനമായിരിക്കാം, പക്ഷെ ഒരു സമയമാകുമ്പോൾ ദൈവം പറയും, നീ അതിനെ നീക്കിക്കള. അബ്രഹാമേ, അത് നിനക്കുള്ളതല്ല, ഞാൻ തരാമെന്ന് പറഞ്ഞത് ഇതല്ല. ആമേൻ. പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയരെ, പലർക്കും പ്രാപിക്കുന്നതിനുള്ള തടസ്സം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ പിടിച്ചു വച്ചിരിക്കുന്ന പലതിനെയും കൊണ്ട് നമ്മളിങ്ങനെ നടക്കുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പലരും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്യരുത്. ഒരിക്കൽ കൂടെ ആമേൻ. നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകും. കഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്യരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം. ഒരു പരിപാടിയും നടക്കത്തില്ല. ആമേൻ. കഷത്തിലിരിക്കുന്നത് പോയില്ലെങ്കിൽ ഉത്തരത്തിലിരിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. ദൈവം വന്നിട്ട് പറയുക, ദൈവം പഴി കേൾക്കാൻ ഇടയാവുമെന്ന് ദൈവത്തിന് അറിയാം, ഇവനെ മരുഭൂമിയിലാക്കിയാൽ. പക്ഷേ അവനെ നോക്കാനുള്ള കാര്യമൊക്കെ ദൈവത്തിന് അറിയാം. ആമേൻ. വിടേണ്ടതിനെ വിടേണ്ട സമയത്ത് അങ്ങ് വിടുക.
ആമേൻ. അതിൽ ഒരു മടിയും വിചാരിക്കണ്ട. ആമേൻ. തിരിച്ചറിവ് വരും ചില സമയത്ത്, ഇത് ഞാനായിട്ട് വലിച്ചു കയറ്റി വെച്ചതാ, പിന്നെ എന്തിനാ കൊണ്ട് നടക്കുന്നത്? വിട്ടുകളയുക. ഇത് ഞാനായിട്ട് വലിച്ചു കയറ്റിയതാണെന്ന് ബോധമുണ്ടെങ്കിൽ അതിനങ്ങ് വിട്ടുകളയുക, അങ്ങ് പുറത്താക്കി കളയുക. ആമേൻ. അതേ തിരിച്ചറിയുന്നവർ സ്തോത്രം ദൈവത്തിൻ്റെ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. പുറത്താക്കി കളയേണ്ടതിനെ നിങ്ങൾ പുറത്താക്കി കളയുമ്പോൾ, പുറത്താക്കി കളയുമ്പോൾ, കാട്ടുകഴുതയെ പോലെ ഉള്ളതിനെ, പ്രയോജനമില്ലാത്ത ചിലതിനെ പുറത്താക്കി കളയുമ്പോൾ വചനം പറയുന്നു, അതേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിരി വരുത്തും. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഇസ്മായേലിന്റെ സ്ഥാനത്ത് ഈസഹാക്കിനെ ആബ്രഹാമിന് നൽകി. ഇസഹാക്ക് എന്ന പേരിനർത്ഥം ചിരി എന്നത്രേ. ആമേൻ. ദൈവം നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിരി ഉണ്ടാകും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തന്നാൽ അതും കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുമായി കണ്ണുനീരുമായി ജീവിതം അവസാനിപ്പിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അത് ചിരി വരുത്തും. അതെ, കേൾക്ക്, ദൈവം നിന്റെ ജീവിതത്തിൽ നൽകുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ചിരി വരുത്തും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, ദൈവം തരുന്നത് നീ പ്രാപിച്ചെടുക്കുന്നത് പോലെയല്ല, ചിരി വരുത്തുന്നത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരും. അതേ പ്രിയരെ, ഈ പകലും സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങൾ ചിരിക്കും. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങൾ ചിരിക്കും. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ചിരിക്കും. ദൈവം തരാമെന്ന് പറഞ്ഞത് തന്ന് അത് നിങ്ങൾ പ്രാപിച്ചെടുത്ത് നിങ്ങൾ ചിരിക്കും. കരഞ്ഞ നിങ്ങളെ ചിരിച്ചവരായി ദേശം കാണും. അതെ, നിങ്ങളുടെ ചിരി കണ്ട് ചിരിച്ചവരുടെ മുഖം കറുക്കുവാൻ തക്കവണ്ണം, നിങ്ങളുടെ കരച്ചിൽ കണ്ട് ചിരിച്ചവരുടെ മുഖം കറുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിങ്ങൾക്ക് ചിരി വരുത്തും. ആമേൻ. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോകുവാൻ കഴിയുന്ന ജോലി കർത്താവ് തരും. ആമേൻ. ചിരിച്ചുകൊണ്ട് കിട്ടുന്നത് വാങ്ങി സന്തോഷിക്കുവാൻ പറ്റുന്ന വരുമാനം കർത്താവ് തരും. ചിരിയോടെ ജീവിക്കുവാൻ കഴിയുന്ന കുടുംബ ജീവിതം കർത്താവ് തരും. ചിരിയോടെ ജീവിക്കുവാൻ കഴിയുന്ന ആത്മീയ അനുഭവം കർത്താവ് തരും. ചിരിയോടെ ജീവിക്കുവാൻ കഴിയുന്ന മക്കളുടെ സന്തോഷം കർത്താവ് തരും. അതേ, സംശയമില്ല. നീ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ തരുന്നത് നിന്റെ ജീവിതത്തിൽ ചിരി വരുത്തുന്നതായിരിക്കും. നീ ചിരിയോടെ സംസാരിക്കും. മാതാവേ, നിന്റെ മക്കളെ കുറിച്ച് ചിരിയോടെ സംസാരിക്കും. പിതാവേ, നിന്റെ തലമുറകളെ കുറിച്ച് ചിരിയോടെ സംസാരിക്കും. നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ ശുശ്രൂഷ, യേശുവിൻ നാമത്തിൽ നിങ്ങൾ ചിരിക്കും. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് മടങ്ങി വരത്തില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കുവാൻ ഒരാൾ. നോക്കി, ആബ്രഹാമാണ് ആ വചനം സ്വീകരിച്ചത്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, അയ്യോ, അബ്രഹാമിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു ദൈവം വിളിച്ചിരുന്നെങ്കിൽ. ദൈവം വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കേട്ട ഒരുത്തൻ ഉണ്ടായപ്പോൾ വിളി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഒരാളിന് വേണ്ടിയിട്ടല്ല വിളിക്കുന്നത്, ഒരുപാട് പേരെ വിളിച്ചതാ. ഇതിനകത്തിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ മാത്രമല്ല ദൈവം വിളിച്ചത്, ഒരുപാട് പേരെ വിളിച്ചതാ. നിങ്ങൾ കേട്ടു, ദൈവം വിളി നിർത്തി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ കേട്ടു. അതെ, ആമേൻ. ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, അത് സ്വീകരിക്കുവാൻ തയ്യാറായവൻ. ആമേൻ. നോക്കണമേ, ഒരിക്കൽ കറുത്ത വർഗ്ഗക്കാർ നടത്തുന്ന ഒരു വലിയ മീറ്റിംഗ് അമേരിക്കയിൽ വെച്ച് നടക്കുക. കറുത്ത വർഗ്ഗക്കാർ നടത്തുന്ന മീറ്റിംഗ് വെളുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ. ആ കൂട്ടായ്മയുടെ മധ്യത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ കൂട്ടായ്മയുടെ മധ്യത്തിൽ ഒത്തിരി സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് അധികാര സ്ഥാനങ്ങളിൽ എത്തുവാനുള്ള ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കണമേ, അങ്ങനെ പേരും പെരുമയുമുള്ള വലിയൊരു കൂട്ടം ഇരിക്കുകയാണ്. ഭയങ്കരമായ ശുശ്രൂഷ നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ദൈവദാസൻ, ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ദൈവദാസൻ ആത്മനിറവിൽ പ്രവചിച്ച് പറയുകയുണ്ടായി. അഥവാ ദൈവത്തിന്റെ വചനം ആ ദൈവദാസനിലൂടെ അവിടെ കൂടിയിരുന്നവർ കേൾക്കുകയുണ്ടായി. ഇതിനകത്ത് ഒരാൾ ലോകം ശ്രദ്ധിക്കും വിധത്തിൽ ഒരു അധികാരിയായി മാറും. കേൾക്കണമേ, ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ട് ഇപ്പോൾ ആയിരിക്കുന്നതിൽ ഒരാൾ ലോകം കേൾക്കുന്നതിൽ, സ്തോത്രം, ലോകം ശ്രദ്ധിക്കും വിധത്തിൽ ഒരു അധികാരിയായി മാറും. ഒത്തിരി വർഷങ്ങളൊന്നും ആയില്ല കേട്ടോ, ചുരുക്കം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, അഥവാ ചരിത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആമേൻ. ആ കേട്ടുകൊണ്ടിരുന്നതിൽ വെളുത്ത വർഗ്ഗക്കാരായവർ ചിന്തിച്ചു, ഒരു കറുപ്പൻ പറയുന്നത് ഞങ്ങൾ എന്തിനു കേട്ട് യെസ് പറയണം. ആമേൻ. അല്ലെങ്കിൽ ഒരു കറുപ്പൻ പറയുന്നത് എന്തിനാണ് ഞങ്ങൾ ഏറ്റെടുക്കേണ്ടത്? അവരൊരു പക്ഷേ അങ്ങനെ ആയിരിക്കണം ചിന്തിച്ചത്. കാരണം അതിനകത്തിരുന്ന പ്രശസ്തരായ പലരുമുണ്ട്. അധികാര സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ചു കൊണ്ടിരുന്ന പലരും അതിനകത്തുണ്ടായിരുന്നു. അവരാരും ഏറ്റെടുത്തില്ല. വീണ്ടും ആ വചനം ആവർത്തിക്കപ്പെട്ടു. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതങ്ങനെ അലിഞ്ഞു പോകത്തില്ലല്ലോ. വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അങ്ങനെ ആവർത്തിക്കപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ, അന്ന് വരെ 4 പേർക്ക് നല്ലതൊന്നും പറയുവാനില്ലാത്ത, സ്തോത്രം, വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയുമായിട്ട് അത്
നല്ല പേരുള്ള ഫോട്ടോയും എടുത്ത് നടന്ന ഒരു മനുഷ്യൻ. ആ ഒരു മനുഷ്യൻ കൈ ഉയർത്തിയിട്ട് ആമേൻ പറഞ്ഞ് ആ വചനത്തെ സ്വീകരിച്ചു. ആമേൻ, സ്തോത്രം. വീണ്ടും ആ ദൂത് കേട്ടു, ആ മനുഷ്യൻ സ്വീകരിച്ചു. ആ മനുഷ്യൻ ഉച്ചത്തിൽ ആ ഓഡിറ്റോറിയത്തിനകത്തു നിന്ന് ആലറി വിളിച്ചു പറഞ്ഞു, ഇത് എന്നോടുള്ള ദൂത്. ആമേൻ, ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു, ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. കഴിഞ്ഞ വർഷം, ആമേൻ, സ്തോത്രം, കഴിഞ്ഞ സീസണിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഡൊണാൾഡ് ട്രംപ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. സ്തോത്രം. അദ്ദേഹത്തിന്റെ പൂർവ്വകാലമൊന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കുക, നല്ലതൊന്നും ആരും പറയത്തില്ല. അമേരിക്കയിൽ ഞങ്ങൾക്ക് ഒത്തിരി സഹോദരന്മാരുണ്ട്, അവർ പോലും പറയത്തില്ല. 5 വർഷം പുള്ളി ഭരിച്ചു. നല്ലത് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ മനുഷ്യനെ കണ്ടിടത്തെല്ലാം ആ മനുഷ്യന്റെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു, വേഗം മണി പേഴ്സും അല്ല, ബൈബിൾ. കാരണം ആ മനുഷ്യനറിയാം, ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ അമേരിക്കൻ പ്രസിഡന്റാക്കി തീർത്തത് ഞാൻ കേട്ട ദൈവത്തിന്റെ വചനമാണ്, ഞാൻ ഏറ്റെടുത്ത വചനമാണ്. അദ്ദേഹം നല്ലത് എന്തെങ്കിലും ചെയ്തു എന്ന് ഇന്നും ഒരു പത്രങ്ങളും എഴുതത്തില്ല. പക്ഷെ അദ്ദേഹം പള്ളിയിൽ പോയ കാര്യം എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ചാനലുകൾ, സ്തോത്രം, ഡൊണാൾഡ് ട്രംപ് പള്ളിയിൽ പോയതിനെ കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. കാരണം അവനറിയാം, എൻ്റെ കഴിവല്ല, ഞാൻ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സാഹചര്യം ഒന്നും നോക്കരുതേ. ദൈവത്തിന്റെ വചനം നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ ചില സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ വചനം നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തും. ഓ താങ്ക് യു ലോർഡ്. ചില അധികാര സ്ഥാനങ്ങളിൽ ചില വ്യക്തികളുടെ മുമ്പിൽ അടയാളമാക്കി ദൂതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സഭയോട് വിളിച്ചു പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളോടുമായി വിളിച്ചു പറയട്ടെ, നിങ്ങൾ സാഹചര്യം നോക്കണ്ട, നിങ്ങളുടെ അവസ്ഥ നോക്കണ്ട, നിങ്ങളായിരിക്കുന്ന സാഹചര്യമോ അവസ്ഥയോ നോക്കാതെ ഏറ്റെടുക്ക. ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം ചിലരുടെ മുൻപിൽ നിങ്ങളെ കൊണ്ട് നിർത്തും. ഓ ആ തൊഴിലിടത്തിൽ എൻ്റെ കർത്താവ് നിന്നെ നിർത്തും. നിന്റെ കുടുംബത്തിൽ, ദേശവാസികളുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് നിന്നെ നിർത്തും. ആമേൻ. നിന്റെ സ്കൂളിൽ, കോളേജിൽ എൻ്റെ കർത്താവ് മക്കളെ നിങ്ങളെ നിർത്തും. ചില സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കൊണ്ട് ചെന്ന് നിർത്തും. നിങ്ങൾ ആരെങ്കിലും ആയതുകൊണ്ടല്ല, നിങ്ങൾ എന്തെങ്കിലും ആണെന്നുള്ളത് കൊണ്ടല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ചിരി വരും. ദൈവം ഇങ്ങനെ ഉള്ളവനാണോ എടുത്ത് പ്രയോജനപ്പെടുത്തിയെന്ന്. പുള്ളി എടുത്തുകൊണ്ട് നടന്ന ഫോട്ടോ അങ്ങനെയുള്ളതാ. ലോകം പുള്ളി എടുത്തുകൊണ്ട് നടന്ന ഫോട്ടോകളിലേക്ക് നോക്കിയപ്പോൾ ദൈവം ഇവൻ ഏറ്റെടുത്ത വചനത്തിലേക്ക് നോക്കി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരുന്നത് ഡൊണാൾഡ് ട്രംപ് എടുത്ത ഫോട്ടോകളാണ്. അയ്യേ, ഇങ്ങനത്തെ ഫോട്ടോയും എടുത്ത് നടന്നവനാണോ അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ പോകുന്നത്? വില കുറച്ച് കണ്ടു. പക്ഷേ ദൈവം മുകളിലിരുന്ന് ഇവൻ എൻ്റെ വചനം ഏറ്റെടുത്തവനാ, ഇവൻ എൻ്റെ ദൂത് ഏറ്റെടുത്തവനാ, ഇവൻ എൻ്റെ ആലോചന ഏറ്റെടുത്തവനാ. ഇവനെ എനിക്ക് ഉയർത്താതിരിക്കുവാൻ കഴിയത്തില്ല. ഉന്നതന്മാരെ, ശക്തന്മാരെ മാറ്റി നിർത്തി ആ മനുഷ്യനെ ആ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിനക്കൊപ്പം മത്സരിക്കുന്നവരെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്നെക്കാൾ ശ്രേഷ്ഠന്മാർ, യോഗ്യന്മാർ ദേശത്ത് കാണും. അവർ സന്തോഷത്തോടെ ഒരുപക്ഷെ ജീവിക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് പേര്, പെരുമ, പ്രശസ്തി കാണുമായിരിക്കാം. അവർ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നുണ്ടായിരിക്കാം. ശ്രദ്ധിക്കേണ്ട, കേൾക്ക്. നീ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുത്തൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാ. ആരും ഇരുന്നിട്ടില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ കൊണ്ടു ചെന്നിരുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന വിദ്യാഭ്യാസമുള്ളവരാ. നിങ്ങൾ ഒരു നിമിഷം ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കണം. മിസ്രയീം എന്നൊരു ഫറവോൻ്റെ നാടിനെ കുറിച്ച്. ഈജിപ്റ്റ് എന്നാണ് ആ നാടിൻ്റെ ഇന്നത്തെ പേര്. അതിനു മുമ്പ്, സ്തോത്രം, അങ്ങനെ ഒരു സിംഹാസനത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് എന്ന്. ആമേൻ. ഫ്രഷ് ആയിട്ടുള്ള ഒരു സിംഹാസനമാണ് യോസേഫിന് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തത്. ആമേൻ. ആരെങ്കിലും ഇരുന്ന് അവൻ്റെ ശാപവും കണ്ണുനീരും ഒക്കെ വീണ അങ്ങനെയുള്ള നശിച്ചതല്ല, ഫ്രഷ് ആയിട്ടുള്ളത്. ഓ താങ്ക് യു ലോർഡ്. മറ്റുള്ളവർ ആശ്ചര്യത്തോടെ നോക്കുന്നത്, ഇതെന്ത് സംഭവമെന്ന് നോക്കുന്നത് ദൈവം ഒരുക്കി തന്ന്. ഹല്ലേലൂയ. ദൈവം ഒരുക്കി തന്ന് ദൈവം നിന്നെ മാനിക്കും. ആ വചനത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം തന്നെ. അവിടെ 2 കാര്യങ്ങളുണ്ടെന്ന്. നിങ്ങളുടെ കാര്യം അഥവാ ഭക്തന്റെ കാര്യം, ഒപ്പം ദൈവത്തിന്റെ ഇഷ്ടം. ആമേൻ. ഈ 2 കാര്യവും നിങ്ങൾ തിരിച്ചറിയണം. ലോകം നിങ്ങളെ ചതിക്കുന്നത് ഇവിടെയാണ്. ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ലോകം നിങ്ങളോട് പറഞ്ഞു തരും, ദൈവത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും തരുവാൻ പ്ലാൻ ഇല്ല, ഇഷ്ടമില്ല. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചുമ്മാതുള്ള പരിപാടി. നിങ്ങളെ കരയിപ്പിച്ചിട്ട്, മക്കളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ട് കരയിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന ഏത് അപ്പനുണ്ട്? ആമേൻ. ഒരു അപ്പനും ഇല്ല. മക്കളെ സന്തോഷിക്കുന്ന അപ്പന്മാരാണ് ഈ ലോകത്തിലുള്ളതെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവും അങ്ങനെ തന്നെ.
ഹല്ലേലൂയ. നോക്കിയേ, അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടവുമുണ്ട്, നമ്മുടെ കാര്യവുമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ഒരിക്കൽ ദൈവത്തിന് ഒരു ഇഷ്ടം തോന്നി, എൻ്റെ ജനത്തെ നയിക്കുവാൻ ഒരു രാജാവിനെ വേണം. ശ്രദ്ധിക്കണമേ, ദൈവത്തിന് ഒരിക്കൽ ഒരു ഇഷ്ടം തോന്നി, എൻ്റെ ജനത്തെ നയിക്കുവാൻ ഒരു രാജാവിനെ വേണം. അപ്പൊ ദൈവത്തിന് ജനത്തെ നയിക്കുവാൻ ഒരു രാജാവിനെ വേണമെന്ന് ഇഷ്ടം തോന്നുകയും അതിനായി ദൈവം ഒരുത്തനെ കണ്ടെത്തുകയും ചെയ്തു. അവന്റെ കാര്യം എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടം, ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജനത്തെ നയിക്കാൻ ഒരു രാജാവിനെ വേണം. അപ്പൊ ദൈവം അതിനു വേണ്ടി കണ്ടവന്റെ ഇഷ്ടം എന്താ? ഈ ആട്ടും തീട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. അവനൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ആർക്ക്? ദാവീദിന് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് ചവിട്ടോളാതെ ഒന്ന് പുറത്തു വരണം. ഈ ആട്ടിൻ്റെ കൂട്ടത്തിൽ നിന്ന്, ഈ ആട്ടും തൊഴുത്തിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരണം. ദൈവത്തിൻ്റെ ഇഷ്ടം, എനിക്കൊരു രാജാവിനെ വേണം, എൻ്റെ ജനത്തെ നയിക്കുവാൻ ഒരു രാജാവിനെ വേണം. ഭക്തൻ്റെ ഇഷ്ടം, ഇതിനകത്തു നിന്നൊന്ന് പുറത്തു വരണം. അപ്പം ചിലപ്പോൾ നിങ്ങൾ പറയും, അങ്ങനെയൊന്നുമല്ല, ദാവീദ് ആസ്വദിച്ചാണ്, അങ്ങ് ഭയങ്കര സംഭവമായിട്ടാണ്. അല്ലെന്നേ, ദാവീദിൻ്റെ സഹോദരന്മാരൊക്കെ നല്ല നിലയിലാണ്. നമ്മൾ കുടുംബമായിട്ട് ചിന്തിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നു. നോക്കിയേ, 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇശായിയുടെ മൂത്ത 3 മക്കളും മിലിറ്ററിയിലാണ്, ശൗലിൻ്റെ മിലിറ്ററിയിൽ യുദ്ധം ചെയ്യുന്നവരാ. മിലിറ്ററിക്കാരനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പേരും പെരുമയും പ്രശസ്തിയും ഉള്ളവരാ. ആമേൻ. കുടുംബത്തിൽ ബാക്കിയുള്ളവരെല്ലാം നല്ല നിലയിലിരിക്കുക. ദാവീദ് നോക്കുമ്പോൾ ഞാൻ മാത്രം ചാണകവും ചവിട്ടി, ചാണകവും കോരി ഇവിടെ കിടന്ന് നരകിച്ച് നശിച്ച് ഒരു വല്ലാത്ത അലിമ്പ് പിടിച്ച ജീവിതത്തിൽ കിടക്കുക. ആമേൻ, സ്തോത്രം. ദാവീദ് മാത്രം. നോക്കിയേ, 1:16-11 ദാവീദിന്റെ അപ്പനായ ഇശായി തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ശമൂവേൽ ചോദിക്കുമ്പോൾ ഇശായി പറയുക, ഇനി ഒരുത്തനുണ്ട്, അവൻ ആട്ടും തൊഴുത്തി കിടക്കും. ആമേൻ, ഹല്ലേലൂയ. ഇനി ഒരുത്തനുണ്ട്, അവൻ ആട്ടും തൊഴുത്തി കിടക്കും. പലരും പറയുന്നുണ്ട്, ഇനി ഒരുത്തനുണ്ട്, എവിടെ അതാ അവിടെ നാറ്റം വെച്ച സ്ഥലത്ത് വല്ലാത്തൊരവസ്ഥയിൽ. ആമേൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കരുത് ആടുകളെ മേയ്ക്കുന്നത് മോശം തൊഴിലാണെന്ന്. ആടുകളെ മേയ്ക്കുന്നത് നല്ല തൊഴിൽ തന്നെ. പക്ഷേ ഈ ദാവീദിന്റെ യോഗ്യത വേറെയാ. ആമേൻ, സ്തോത്രം. ഏറ്റവും കുറഞ്ഞ തൂപ്പ് ജോലി നല്ല ജോലി തന്നെയാ. പക്ഷേ ഒരു കളക്ടർ വന്നിട്ട് തൂത്തോണ്ട് നിന്നാൽ എങ്ങനെ ഇരിക്കും? ആമേൻ. കളക്ടർ പഠിച്ചത് കളക്ടർ ജോലി ചെയ്യാൻ വേണ്ടി, അവൻ അത് ചെയ്യുമ്പോഴാണ് അതിനൊരു അന്തസ്, അല്ലേ? നോക്കിയേ, ദാവീദിനെ കുറിച്ച് വചനം പറയുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 12-18 വാക്യങ്ങളിൽ. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയുമായിരുന്നു. അവന് നല്ല ചന്തമുള്ള തൊലി ഉണ്ടായിരുന്നു, അവന് നല്ല കണ്ണുണ്ടായിരുന്നു, അവൻ കാണാൻ നല്ല സുന്ദരനായിരുന്നു. തീർന്നില്ല, 18-ൽ പറയുന്നു, അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. അവന് നല്ലതുപോലെ സംസാരിക്കുവാൻ അറിയാം, അവന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ അറിയാം. അവൻ പരാക്രമശാലിയാണ്, അവൻ സിംഹത്തെയും കരടിയുമൊക്കെ കീറുന്നവനാണ്. ഒപ്പം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കോമയ്ക്കപ്പുറം യഹോവയും അവനോട് കൂടെയുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ദൈവം കൂടെ ഇല്ലെങ്കിൽ അതുപോലെ നരകിച്ചൊരു ജീവിതം വേറെയില്ല. നമുക്ക് പല കഴിവുകളും കാണും, നമുക്ക് പല ഗുണങ്ങളും കാണും. ലോകം നമ്മളെ നോക്കിയിട്ട് പലതും ഇങ്ങനെ പറയും, അയ്യോ നീ ഒരു സംഭവമാണ്, നീ സുന്ദരനാണ്, നീ സുന്ദരിയാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ അത് ചെയ്യും ഇത് ചെയ്യും. എല്ലാം ഉണ്ടെങ്കിലും പ്രിയരെ, ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. എല്ലാം കാണും, പക്ഷേ ദൈവം കൂടെ ഇല്ലെങ്കിൽ. അപ്പോൾ ചിന്തിച്ചു നോക്കിയേ, അതൊരു വല്ലാത്ത സങ്കടമായിരിക്കും, അല്ലേ? ദാവീദിനെ സംബന്ധിച്ച് എല്ലാ കഴിവും ഉണ്ട്, എന്നിട്ട് സഹോദരന്മാരൊക്കെ നല്ല നിലയിലെത്തി, എന്നിട്ട് ഞാൻ മാത്രം ഇവിടെ കിടക്കുന്നു. പലരും സങ്കടത്തോടെ ഇരിക്കുക. എല്ലാവരും രക്ഷപ്പെട്ടു, എല്ലാവരും നല്ല നിലയിലെത്തി, കുടുംബമൊക്കെ രക്ഷപ്പെട്ടു, എൻ്റെ കുടുംബം മാത്രം നശിച്ച് നാറാണ കല്ല് പിടിച്ച് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിൽ. അയ്യോ, സങ്കടമല്ലേ? കേൾക്ക്, നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. അവിടെ കിടന്ന് നാറുവാൻ എൻ്റെ ദൈവം ഇനി അനുവദിക്കത്തില്ല. ആർക്കും വേണ്ടാത്തവനായി, ഒന്നിനും കൊള്ളാത്തവനായി, പലരുടെ മുമ്പിൽ കൈ നീട്ടുന്നവനായി, പലരുടെ മുമ്പിൽ കൈനീട്ടി വാങ്ങുന്നവനായി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഇനിയും അവിടെ കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, കുടുംബത്തിൽ എല്ലാവരും നല്ല നിലയിലായി, എല്ലാവരും നന്നായി ജീവിക്കുന്നു. നീ മാത്രം ആ നാറ്റം പിടിച്ച നാറിപ്പോയ അവസ്ഥയിൽ. അതേ ദാവീദേ, നീ ഇനി അവിടെ കിടന്ന്, ഓ സ്തോത്രം, ദൈവം വിളിച്ചു പറയാ, ദാവീദേ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടാ, ഞാൻ നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ദാവീദ് ചോദിക്കും, കർത്താവേ നീ എന്നെ പ്രയോജനപ്പെടുത്തിയ എനിക്കിതിൽ നിന്ന്
നിന്ന് പുറത്തു വരാൻ പറ്റുമോ? കർത്താവ് പറയും, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ പുറത്തു കൊണ്ടുവന്ന് പിടിപ്പെട്ടു പോയ നാറ്റം വെച്ച അവസ്ഥയിലായിരിക്കുന്ന ചില സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം നിന്റെ തലമുറകളെ, നിന്റെ കുടുംബത്തെ, നിന്റെ ഭർത്താവിനെ, നിന്റെ പ്രിയപ്പെട്ടവരെ പുറത്തു കൊണ്ടുവന്ന് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുറത്തു കൊണ്ടുവന്ന് ദൈവം പ്രയോജനപ്പെടുത്തും. അവർ പെട്ടുപോയ സ്ഥാനത്തു നിന്ന്, അവർ പിടിക്കപ്പെട്ടു പോയ സ്ഥാനത്തു നിന്ന്, നാറ്റം വെച്ച ആ സ്ഥാനത്ത് നിന്ന്, യേശുവിൻ നാമത്തിൽ സ്തോത്രം, ആ സ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് എൻ്റെ ദൈവം മാനിക്കും. ഒന്നുമാകുവാൻ കഴിയാതെ ഒതുക്കപ്പെട്ടു പോയ ആ സ്ഥാനത്ത് നിന്ന്, പ്രയോജനപ്പെടുവാൻ കഴിയാതെ ഒതുക്കപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. എനിക്ക് പുറത്തു വരണം, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്നവർ കേൾക്ക്. എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഇഷ്ടമുണ്ട്. നിന്നെ അവന് പ്രയോജനപ്പെടുത്തണം. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഇഷ്ടമുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവന്ന് അവന് പ്രയോജനപ്പെടുത്തണം. ആ രാജ്യത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നു തരിക. യേശുവിൻ നാമത്തിൽ നീ പ്രയോജനപ്പെടുവാൻ വാഗ്ദത്തത്തിലേക്കുള്ള വാതിൽ എൻ്റെ ദൈവം തുറന്നു തരിക. നിന്റെ കുടുംബത്തിൽ ആരും എത്തപ്പെടാത്ത സ്ഥാനത്തേക്ക് എൻ്റെ ദൈവം, അതേ ദൈവത്തിന്റെ വചനത്തിന് മുൻപിലായിരിക്കുന്ന നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ, ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്നൊരു വാക്കാണ്, അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇനി അവൻ മടങ്ങി വന്നിട്ട്, ഇനി അവരെ എനിക്ക് കിട്ടിയിട്ട്, ഇനി അവർ നന്നായെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത്രമാത്രം നാറിപ്പോയല്ലോ. ആമേൻ. അത്രമാത്രം നാറിയ അവസ്ഥയിലായല്ലോ. നോക്കൂ, യോഹന്നാൻ സുവിശേഷം 11-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറവാതിൽക്കൽ നിന്ന് ലാസറിനെ പുറത്ത് വിളിക്കുക. ലാസറേ, പുറത്തു വരിക. അവിടെ കൂടി നിന്നവർക്കെല്ലാം അറിയാമെന്നുള്ളൊരു സത്യമുണ്ട്. 4 ദിവസമായി. ആമേൻ, ഹല്ലേലൂയ. മൂക്കിന്നും വായിന്നുമല്ല, ആ ശരീരം മുഴുവനും തുളച്ചു പുഴു പുറത്തു വന്ന് തുടങ്ങി കാണും. നാറ്റം കൊണ്ട് ആ ഏരിയയിൽ അടുക്കുവാൻ പറ്റത്തില്ല. നമ്മെക്കാൾ പുഴുക്കാൻ സമയമെടുക്കുന്ന ജീവിയാണ് പട്ടി. ആമേൻ. ഒരു പട്ടി വണ്ടി ഇടിച്ച് കിടന്നാൽ അന്ന് അങ്ങോട്ട് പോകുമ്പോഴും തിരികെ പോകുമ്പോഴും വലിയ കുഴപ്പം കാണത്തില്ല. പിറ്റേന്നായാൽ സ്മെല്ല് മാറി തുടങ്ങും. വൈകുന്നേരമായാൽ നാറ്റം കൊണ്ട് അടുക്കാൻ പറ്റത്തില്ല. 3-ാമത്തെ ദിവസമാണെങ്കിൽ പറയണ്ട. ആരെങ്കിലും ഒരാൾ ആ നാറ്റം സഹിച്ച് അതിനെടുത്ത് കുഴിച്ചിട്ടില്ലെങ്കിൽ ആ റോട്ടെ യാത്ര ചെയ്യുവാൻ പറ്റത്തില്ല. 4-ാമത്തെ ദിവസമാകുമ്പോൾ ആ പട്ടിയുടെ ദേഹത്ത് എവിടെയൊക്കെയാണ് ഹോളുണ്ടെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ പുഴുക്കൾ പുറത്തു വരുവാൻ തുടങ്ങും നാറ്റത്തോടെ. അതിലും കട്ടി കുറവുള്ള നമ്മുടെ ശരീരമാണെങ്കിലോ 4 ദിവസമാകുമ്പോൾ സഹോദരിമാർ പറയുക, കർത്താവേ, നീ വലിയ സംഭവമൊക്കെ തന്നെ, പക്ഷേ ഈ നാറ്റത്തെ താങ്ങാൻ നിനക്ക് പോലും പറ്റത്തില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ നാറ്റം വെച്ചതിനെ, ആ കൊള്ളാതെ പോയതിനെ, ആ പ്രയോജനമില്ലാതായി തീർന്നതിനെ തിരിച്ചു തന്ന് നിങ്ങളുടെ ബാധ്യതയായി ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കുവാൻ എൻ്റെ കർത്താവ് വിടുമെന്നാണോ? അല്ല. അവൻ നാറിപ്പോയവനാ. അവനെ തിരിച്ചു കൊടുത്തിട്ട് യേശു പോയില്ല. പിന്നെ വചനം പറയുന്നു, അതേ യോഹന്നാൻ സുവിശേഷം 12-ാം 1-2 വാക്യങ്ങളിൽ യേശു അവനെ കൂടെ ഇരുത്തി. ഹല്ലേലൂയ. വിരുന്ന് വീട്ടിൽ യേശു ലാസറിനെ കൂടെ ഇരുത്തി. ലാസർ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ കാൽ കീഴിൽ ഉടയപ്പെട്ട സ്വച്ഛ ജഡമാംസി തൈലത്തിൻ്റെ സുഗന്ധം ലാസർ ഉൾപ്പെടെയുള്ള ആ സ്തോത്രം പന്തി മുഴുവനും പരന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാറിയത് സത്യമാണെങ്കിൽ, അവർ നഷ്ടപ്പെട്ടത് സത്യമാണെങ്കിൽ, അവരിനി പ്രയോജനപ്പെടത്തില്ല എന്ന് ലോകവും നിങ്ങളും ഒരുപോലെ പറയുന്നുണ്ടെങ്കിലും കേൾക്ക്, ദൈവം അവരെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു ബാധ്യതയായി തീരുവാൻ ഇട്ട് തന്നിട്ട് പോകത്തില്ല. ദൈവം കൂടിരിക്കും. അവർ സുഗന്ധമുള്ളവരായി തീരും. യേശുവിൻ നാമത്തിൽ ലാസറിനോട് കൂടെ ഇരുന്ന ദൈവം ആ സ്വച്ഛ ജഡമാംസി തൈലത്തിൻ്റെ സുഗന്ധം കൊണ്ട് അവൻ്റെ നാറ്റത്തെ മാറ്റിയ ദൈവം ഇന്ന് പകലും അതേ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നഷ്ടപ്പെട്ടു പോയി ഇനി ഒരിക്കലും തിരികെ കിട്ടത്തില്ല എന്ന് നിങ്ങൾ കരഞ്ഞ് വേദനയോടെ ഭാരപ്പെട്ടായിരിക്കുന്നവരെ തിരികെ കൊണ്ടുവന്ന് അവൻ പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ കുടുംബത്തോട് എൻ്റെ യേശു കൂടിയിരിക്കും. അതേ, നിങ്ങളുടെ ഭർത്താവിനോട്, സഹോദരി, സഹോദര, നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട് എൻ്റെ കർത്താവ് കൂടിയിരിക്കും. നിങ്ങളുടെ മക്കളോട് എൻ്റെ കർത്താവ്
കർത്താവ് കൂടിയിരിക്കും. അവനൊരു പക്ഷേ ഇന്ന് നാറ്റം വെച്ച അവസ്ഥയിലായിരിക്കാം, അവനൊരു പക്ഷേ ഇന്ന് നാറ്റം വെച്ച അവസ്ഥയിലായിരിക്കാം, അവളൊരു പക്ഷേ ഇന്ന് നാറ്റം വെച്ച അവസ്ഥയിലായിരിക്കാം. ആ നാറിപ്പോയവനെ, നാറിപ്പോയവളെ നിങ്ങളുടെ തലയിൽ വച്ചു തന്നിട്ട് യേശു കൈ ഒഴിഞ്ഞു പോകത്തില്ല. യേശു കൂടിയിരിക്കും. യേശുവിൻ നാമത്തിൽ യേശു കൂടിയിരിക്കും. യേശു കൂടിയിരിക്കും. അവൻ സുഗന്ധമുള്ളവനായി മാറും. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അവൻ സുഗന്ധമുള്ളവനായി മാറും. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അവൻ മുഖാന്തരം നിങ്ങൾക്ക് പേരുണ്ടാകും. നിങ്ങളുടെ തലമുറ മുഖാന്തരം നിങ്ങൾക്ക് പേരുണ്ടാകും. നിങ്ങളുടെ ഭർത്താവ് മുഖാന്തരം നിങ്ങൾക്ക് പേരുണ്ടാകും. നിങ്ങളുടെ കുടുംബ മുഖാന്തരം ദേശത്തിന് പേരുണ്ടാകും. നിങ്ങളുടെ ശുശ്രൂഷ മുഖാന്തരം, നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം, അതേ നാറിപ്പോയ നിന്റെ പ്രാർത്ഥന മുഖാന്തരം, നാറിപ്പോയ നിന്റെ ആത്മീയ ജീവിതം മുഖാന്തരം, നാറിപ്പോയ നിന്റെ തൊഴിൽ മുഖാന്തരം, നാറിപ്പോയ നിന്റെ പ്രിയപ്പെട്ടവർ മുഖാന്തരം, അതേ നിങ്ങൾക്ക് പേരുണ്ടാകുവാൻ തക്കവണ്ണം എൻ്റെ യേശു കൂടിയിരിക്കും. ഹല്ലേലൂയ. എവിടെ നിന്നെങ്കിലും വലിച്ചു കൊണ്ടുവരുമെന്നല്ല, ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ആ വചനം ഇന്നും ഇതിനകത്ത് ചുറ്റി തിരിയുന്നുണ്ട്. ഓ താങ്ക് യു ലോർഡ്. സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർ ആ വചനത്തെ സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനം മാറ്റുവാൻ പോകുക. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. അയച്ചവൻ്റെ വചനം നാറ്റം മാറ്റുന്ന വിധത്തിൽ ലാസറേ പുറത്തു വരിക എന്ന് ആമേൻ വിളിച്ചു പറയാം. അപ്പാ നീ വിളിക്കും, എൻ്റെ തലമുറ പുറത്തു വരും. അപ്പാ നീ വിളിക്കും, എൻ്റെ ഭർത്താവ് പുറത്തു വരും. അപ്പാ നീ വിളിക്കും, എൻ്റെ കുടുംബം പുറത്തു വരും. അപ്പാ നീ വിളിക്കും, എൻ്റെ സാഹചര്യം മാറ്റുവാൻ തക്കവണ്ണം ശത്രു അടച്ചു വച്ചിരിക്കുന്ന വഴികളെ, വാതിലുകളെ തുറന്ന് എൻ്റെ നന്മ പുറത്തു വരും. യേശു വിളിക്കുക. നിന്റെ ആരോഗ്യം തിരികെ വരും. നീ ദീർഘായുസോടെ ഇരിക്കും. അതെ, നീ രോഗിയായി തുടരുമെന്നല്ല, നീ ദീർഘായുസോടെ ഇരിക്കും. ആരോഗ്യത്തോടെ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതേ ദൈവം തന്റെ വചനം അയച്ചിട്ടുണ്ട്. സ്വീകരിക്കുന്നവർ ആ വചനത്താൽ വിടുവിക്കപ്പെടുക. നീ ഇനി ഒരു നാറ്റക്കേസല്ല. നീ ഇനി മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ, പരിഹാസപാത്രമായി ഒതുങ്ങുവാനുള്ളവളല്ല, ഒതുക്കപ്പെട്ടു പോകുവാനുള്ളവളല്ല. അതേ, എൻ്റെ യേശു നിന്നെ വിളിക്കുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചാട്ടെ. അതെ, ദൈവത്തിന്റെ വചനം റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുക. നീ കേട്ട വചനം അത് നിന്റേതാ. അതവന്റെ പ്രവൃത്തി എന്ന് വർത്തിക്കും. നീ അവിടെ ഇനി കിടക്കത്തില്ല, നീ പുറത്തു വരും. യേശുവിൻ നാമത്തിൽ സഹോദരി, നീ പുറത്തു വരും. നീ തൊഴിലില്ലാത്തവളായി കിടക്കത്തില്ല. സഹോദര, നീ തൊഴിലില്ലാത്തവനായി കിടക്കത്തില്ല. നീ പുറത്തു വരും. നീ ദൈവത്തിന് പ്രയോജനപ്പെടും. മാതാവേ, പിതാവേ, നീ പുറത്തു വരും. നീ ദൈവത്തിന് പ്രയോജനപ്പെടും. നീ ഇനി കണ്ണുനീരോടെ നിന്റെ ഭവനത്തിനകത്ത് കിടക്കത്തില്ല. നിന്റെ മക്കളെ കുറിച്ച് ഓർത്ത് ആഹാരം പോലും വേണ്ട എന്ന് വെച്ച് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നീ അവിടെ കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പുറത്തു കൊണ്ടുവരും. യേശുവിൻ നാമത്തിൽ നിന്നെ അവൻ പുറത്തു കൊണ്ടുവരും. നിന്നെ അവൻ പുറത്തു കൊണ്ടുവരും. നിന്നെ അവൻ പുറത്തു കൊണ്ടുവരും. പ്രയോജനപ്പെടുത്തും. അവർ പെട്ട് കിടക്കുന്ന സ്ഥാനത്തു നിന്ന്, അവരെ പെടുത്തി കളഞ്ഞ സ്ഥാനത്തു നിന്ന് എൻ്റെ ദൈവം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അയക്കപ്പെട്ട വചനം സ്വീകരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ വചനം സൗഖ്യമായി ചലിച്ചു തുടങ്ങട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഭൂതങ്ങൾ പുറത്തു പോകട്ടെ. എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ. ഓ സ്തോത്രം. അടയപ്പെട്ട വഴികൾ, വാതിലുകൾ തുറന്നു വരട്ടെ. ശത്രു അടച്ചു കളഞ്ഞത് തുറന്നു വരട്ടെ. നിന്റെ നന്മകളെ വഴിയടച്ച ശത്രുവിന്റെ പദ്ധതികൾ തകർക്ക. യേശുവിൻ നാമത്തിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്ക്. നാറിപ്പോയി എന്ന് കരുതുന്ന ചിലത് പുറത്തു വരിക. ഇനി വരത്തില്ല എന്ന്, ഇനി പ്രയോജനപ്പെടത്തില്ല എന്ന് കരുതിയ ചില യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ അത് പുറത്തു വരിക. താങ്ക് യു ലോർഡ്. ആ തൊഴിൽ മേഖലയുടെ വിശാലത, ആ വരുമാന മാർഗം, യേശുവിൻ നാമത്തിൽ നിന്റെ ആരോഗ്യം പുറത്തു വരിക. ശത്രു കെട്ടി ഒതുക്കിയ സ്ഥാനത്തു നിന്ന് നിന്റെ ആരോഗ്യം പുറത്തു വരിക. നിന്റെ നന്മകൾ പുറത്തു വരിക. നിന്റെ തലമുറകൾ പുറത്തു വരിക. നിന്റെ അനുഗ്രഹങ്ങൾ പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഈ ജനം ഏറ്റെടുത്തു. വചനം അയച്ച അങ്ങയുടെ പ്രവൃത്തി, അങ്ങയുടെ ഇഷ്ടം അപ്പോൾ അങ്ങേക്ക് പ്രയോജനപ്പെടും വിധത്തിൽ ഇവരെ പുറത്തു കൊണ്ടുവന്ന് അങ്ങ് നിവർത്തിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇനി പ്രയോജനപ്പെടുത്തണമേ. ഇനി കാണുമ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ സ്വർഗം സഹായിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മറക്കേണ്ട, അടുത്ത വെള്ളിയാഴ്ച രാവിലെ 11:30 മുതൽ ഉപവാസം ഓണിൽ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്.
ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക. ഞായറാഴ്ച പിന്നെയും ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് ദൈവസേനയിൽ പ്രാർത്ഥനയോടെ ഈ വിധത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. വലിയ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യങ്ങൾക്കും കാരണമായി തീരട്ടെ. കടന്നു വരുവാൻ കഴിവുള്ളവർ ഞായറാഴ്ചകളിലും കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അടുത്ത സങ്കീർത്തന പ്രബോധനമാണ്. ആമേൻ. ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും, നമ്മുടെ കല സിസ്റ്റർ എന്ന് പറയുന്ന ഒരു സഹോദരി ഏകദേശം 7-8 മാസം നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആ സഹോദരി ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി, മരണപ്പെട്ടത് ഒരു സങ്കടമാണ്. ഒപ്പം പങ്കെടുത്ത ഒത്തിരി പേരുണ്ട്. മരണ വീട്ടിലൊക്കെ വന്നവരുണ്ട്. റജി ബ്രദറൊക്കെ ഉണ്ടായിരുന്നു, അമ്പിളി സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾക്ക് പങ്കുചേരുവാൻ കഴിഞ്ഞു. അതിനേക്കാളുപരി വലിയൊരു സങ്കടത്തോടെയാണ് ആ സഹോദരിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതിയാണ് ആ സഹോദരി വീഴുന്നത്. ആ സഹോദരി വീണു, രാത്രി ഒന്ന് വീണു, തുടയിലൊരു പൊട്ടലുണ്ടായി. ആ സഹോദരി തൻ്റെ ഭവനത്തിനകത്ത് തന്നെ ആയിരുന്നു. ആശുപത്രിയിലൊന്നും പോയില്ല. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആശുപത്രിയിലൊന്നും പോയില്ല, അവിടെ തന്നെ ആയിരുന്നു. ഞങ്ങൾ ആ വിവരം അറിഞ്ഞു. അപ്പോൾ വിജി വിളിച്ച് 2-3 തവണ ചോദിച്ചു, സിസ്റ്ററെ ഞങ്ങളങ്ങോട്ട് വരട്ടെ. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ടായി. എങ്കിലും വരണ്ട എന്ന് നിർബന്ധമായിട്ട് പരുഷ വാക്കുകളിൽ പറഞ്ഞു. ഒരു അവസരം കിട്ടിയിരുന്നത് ഞങ്ങൾ പോയേനെ. ഉറപ്പുണ്ട്, ഞങ്ങൾ പോയിരുന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചെങ്കിലും ആ സഹോദരിയെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിച്ചേനെ. അവരങ്ങനെ നിർബന്ധിച്ച് കിടക്കുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ആർക്കും അങ്ങനെ ഒരു താല്പര്യം കാണിക്കുവാൻ കഴിയാത്ത അവസ്ഥ. റജി ബ്രദറും ഒത്തിരി തവണ അവിടെ പോയി അവരുടെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കുന്നത് തെറ്റാണ്. പക്ഷേ അതിന് കാരണം എന്തെന്നറിയാമോ? അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം 10 കിലോമീറ്ററിലധികം ചുറ്റാണ് അവരുടെ വീടിൻ്റെ അതുവഴി 2 വാക്കും പോവുകയും വരികയും ചെയ്യുമ്പോൾ. അത്രയും ദൂരെ യാത്ര ചെയ്താണ് ഞങ്ങൾ അവരെ കൊണ്ടുവരികയും കൊണ്ടാക്കുകയൊക്കെ ചെയ്തത്. കാരണം അവരൊരു ഹൈന്ദവ ഫാമിലി പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ദൈവസേനയിൽ അവർ ഉറച്ചു നിൽക്കണം. ആ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകരുത്. അവർ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് പേർ, കർത്താവിനെ അറിയുവാൻ നിൽക്കുന്ന ഒരുപാട് പേർ ആ പേരും പറഞ്ഞ് പിന്മാറിപ്പോകും. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. പക്ഷേ ഞങ്ങൾ പോലും അവർക്ക് ശത്രുക്കളായി മാറിയത് ഒരു സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ്. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ റജി ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അവർ ഏകദേശം 2 ലക്ഷം രൂപ, റജി ബ്രദർ തൻ്റെ ഒരു ആൻറ്റിയുടെ കയ്യിൽ നിന്ന് അവർക്ക് വലിയ കഷ്ടത വന്നപ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടി കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം കടക്കാരനുമായി. അവർ ഈ ലോകം വിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തം, ഞങ്ങളെ ഏറ്റവും വലിയ വേദന, ആ കടമില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സഹോദരിക്കൊപ്പം അവർ മരിച്ചു പോകണമെങ്കിൽ പോട്ടെ, പക്ഷേ അവസാന ദിവസങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേനെ. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് പറ്റിയേനെ. ഞങ്ങൾക്ക് ആ സഹോദരിക്കൊപ്പം പോയി ഇരിക്കുവാൻ പറ്റിയേനെ. അതാലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അതിന് കാരണം ആ സാമ്പത്തികമായ ഒരു ഇടപാട് ഇതിനകത്ത് വന്നതാണ്. പ്രിയരെ, പണം നമുക്ക് പുറത്തു നിന്നൊക്കെ വാങ്ങാൻ പറ്റും. പണം ഉണ്ടാക്കാൻ 100 വഴികളും പുറത്ത് കാണും. പക്ഷേ ആലയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം ലോകത്തിൽ നിന്ന് ഒരിടത്തും കിട്ടത്തില്ല. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ലോകത്തിൽ ഒരിടത്ത് പോയി ആൾ വിളിച്ചാലും ആരും വരത്തൊന്നുമില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ സഭ തന്നെ വേണം. നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾക്കൊപ്പം കരയണമെങ്കിലും ഇതുപോലെ ദൈവത്തെ അറിഞ്ഞവർ വേണം. അല്ലാത്തവർ കരഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ ചിരിക്കുന്ന ചിരി നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തെ അറിഞ്ഞവനെ, ദൈവമുള്ളവനെ ഒരുവൻ്റെ വേദന അറിഞ്ഞൊപ്പം കരയത്തുള്ളൂ. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തയ്യാറാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു വലിയ സാമ്പത്തിക ഇടപാട് വന്നതുകൊണ്ടാണ് ആ സഹോദരിയെ ഒന്ന് പോയി അവസാനമായിട്ട് കാണാനോ, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ, ആ സഹോദരിക്ക് വേണ്ടി ഉറപ്പുണ്ട് ഞങ്ങൾക്ക്, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സഹോദരി ആശുപത്രിയിൽ കിടന്നേ മരിച്ചാലും ആശുപത്രിയിൽ കിടന്നേ മരിക്കത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനൊരു ദുരന്തം സംഭവിച്ചത് കടത്തിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമുക്ക് ആരെ വേണമെങ്കിലും സഹായിക്കാം. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ആവർത്തിച്ച് ഇതിനകത്ത് പിന്നെയും പറയുന്നു. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സഹായിക്കാം. അങ്ങനെ സഹായിക്കുന്നവർ തന്നെ ഇതിനകത്തുള്ള എല്ലാവർക്കും അറിയാം. സഹായിക്കുന്നവരും സഹായം സ്വീകരിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും എങ്ങനെയും നിങ്ങൾക്ക് സഹായിക്കാം. എന്ത് സഹായവും ചെയ്യാം. നിങ്ങൾ ആര് സഹായിക്കണം എന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് താടാ ഞാൻ നോക്കാമെന്ന് പറഞ്ഞൊന്നും നമ്മൾ പിടിയും വലിയൊന്നും കൂടത്തില്ല. ആമേൻ. നിങ്ങൾ സഹായിക്കാൻ കൂടെ നിന്നാൽ നിങ്ങൾക്ക് തികയുന്നില്ലെങ്കിൽ ബാക്കി കൂടെ ഇട്ട് നമ്മൾ കൂടെ സഹായിക്കും. ആമേൻ. ഇതിനകത്തിരിക്കുന്നവർക്കറിയാമല്ലോ, ആരെയും സഹായിക്കാം, ആർക്കും സഹായിക്കാം. പക്ഷെ കടം കൊടുക്കുകയും ചെയ്യരുത്, വാങ്ങുകയും ചെയ്യരുത്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് നല്ലൊരു ആത്മീയ കൂട്ടായ്മയെ നഷ്ടപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രാവും പകലും മാറ്റിവെക്കുന്ന ഒരു സഭയെ നഷ്ടപ്പെടുത്തും. പ്രാർത്ഥിക്കേണ്ട, നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട സഹോദരിയെ നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെയും തകർക്കും. ആമേൻ. കടം വാങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പള്ളിയിൽ വരാൻ പറ്റത്തില്ല.
ആ സഹോദരി ലാസ്റ്റ് പള്ളിയിൽ വരാതിരിക്കാൻ വേണ്ടി ഈ ഏരിയയിൽ മുഴുവനും നടന്ന് നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടാണ് പോയത്. അത് ഓർക്കുക. ദയവ് ചെയ്ത് നമുക്ക് സഹായിക്കാം, ആരെയും സഹായിക്കാം. നിങ്ങൾക്കുള്ളതുപോലെ എത്ര വേണമെങ്കിലും സഹായിച്ചോ, അത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പക്ഷേ കടം കൊടുക്കാനും നിൽക്കരുത്, കടം വാങ്ങിക്കാനും നിൽക്കരുത്. അപ്പോൾ ഈ കടം അത് തീരാത്ത സങ്കടത്തിന് കാരണമായി തീരും. അത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം: ദൈവമേ, ഞാൻ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ എന്നെ അനുവദിക്കരുത്, ഞാൻ കടം വാങ്ങിക്കുവാൻ അനുവദിക്കരുത്, ഒന്നിനു വേണ്ടി ആരുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കുവാൻ അനുവദിക്കരുത്. ആ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കണം. നമ്മുടെ കരങ്ങളിൽ കർത്താവ് തരുമെന്നേ. നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടത് കർത്താവ് തരും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.